Prodigy Institute of Management Studies. Chase your dream with us. Goods and Services Tax. അപ്പം നമുക്ക് ആദ്യം ആ ടാക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്നറിയാം, അല്ലെങ്കിൽ ടാക്സ് എന്നുള്ള വേർഡ് എന്താണെന്നുള്ള ആദ്യം നമുക്കറിയാം അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഗവൺമെന്റിന്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ് എന്ന് പറയുന്നത് അല്ലെ. കാരണം ടാക്സ് ജനറേറ്റ് ചെയ്യുന്നതോടെ മാത്രമല്ല, ടാക്സ് കളക്ട് ചെയ്യുന്നതോടെ മാത്രമാണ് ഗവൺമെന്റിന് എന്ത് കിട്ടുന്നത്, ഒരു മേജർ സോഴ്സ് ഓഫ് റവന്യൂ കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, അതൊരു കമ്പൽസറി ചാർജ് ആണ്. കാരണം നമ്മൾ ആരും നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യില്ല, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് ഗവൺമെന്റിന് എന്നാ ടാക്സ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുവോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു, അതൊരു കമ്പൽസറി ചാർജ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. കമ്പൽസറി ചാർജ് ആണ്. അപ്പൊ എന്താണ് കമ്പൽസറി ചാർജ് ആകുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ഒരു ഫിക്സഡ് ലിമിറ്റിന് അപ്പുറം നമ്മുടെ ഇൻകം പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ടാക്സ് അതിന്റെ പുറത്ത് പേ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ്, ടാക്സ് എന്ന് പറയുന്ന ഒരു കമ്പൽസറി ചാർജ് ആണ്. ഇനി ഗവൺമെന്റിന്റെ എന്താണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ രണ്ട് മേജർ ഡിപ്പാർട്ട്മെന്റ് ആണ് ടാക്സിനുള്ളത്. ഒന്ന് നമ്മൾ പഠിക്കുന്ന എന്താണ്, ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം, ഇൻകം ടാക്സ് എന്ന് വിളിക്കാം അല്ലെ. ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ്. അതെന്തുകൊണ്ടാണ് ഡയറക്ട് ടാക്സ് എന്ന് അതിനെ വിളിക്കുന്നത്? കാരണം എന്താണ്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഡയറക്ട്ലി ആണ് അതിന്റെ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത് അല്ലെ. ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിട്ട് എത്ര ഇൻകം ഉണ്ടെന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടാക്സ് അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റിലേക്ക് അത് പേ ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഡയറക്ട് ടാക്സ് എന്ന് നമ്മൾ വിളിക്കാം. ഇനി മറ്റൊരെണ്ണം എന്താണ്, ടാക്സിൽ തന്നെ മറ്റൊരെണ്ണമാണ് ഇൻഡയറക്ട് ടാക്സ് അല്ലെ. നമ്മളിപ്പം ഈ സെഷനിലൂടെ കാണാൻ പോകുന്ന ഇൻഡയറക്ട് ടാക്സ് അല്ലെ. അതിൽ എന്തുകൊണ്ടാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പേര് വരാൻ കാരണം അത് ഡയറക്ട്ലി നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നില്ല അല്ലെ. ഡയറക്ട്ലി നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നില്ല, ഒരു ഇൻഡയറക്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടാക്സിലെ രണ്ട് മേജർ സോഴ്സ് അല്ലെങ്കിൽ രണ്ട് മേജർ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, സെൻട്രൽ ബോർഡ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. അപ്പൊ ഡയറക്ട് ടാക്സ് റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഇൻഡയറക്ട് ടാക്സേഷൻ വരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ. അപ്പം ഇൻഡയറക്ട് ടാക്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സെഷനിൽ കാണാൻ പോകുന്നത് ഈ സെക്കൻഡ് അല്ലെ, ഇൻഡയറക്ട് ടാക്സ് എന്നുള്ള പോർഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഡയറക്ട് ടാക്സേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താണ്, നമ്മൾ ഇൻഡയറക്ട് ടാക്സേഷൻ ആണ് ഈ സെഷനിൽ കാണാൻ പോകുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇൻഡയറക്ട് ടാക്സേഷൻ അല്ലെങ്കിൽ GST അല്ലെ, നമ്മൾ വിളിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാം. ഓക്കെ. അപ്പൊ എന്താണ്, വാട്ട് ഈസ് GST എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് അല്ലെ. GST എന്താന്നുള്ളതാണ് ആദ്യം നമുക്ക് അറിയേണ്ടത് അല്ലെ. എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ആൻ ഇൻഡയറക്ട് ടാക്സ് ലെവിഡ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താ അത്? അപ്പം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലെ. എങ്ങനെയാണ് ഇൻഡയറക്ട് ടാക്സ് ആയത്, നിങ്ങൾ ആ താഴത്തെ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, എങ്ങനെയാണ് ഇത് ഇൻഡയറക്ട് ടാക്സ് ആയെന്ന്. എങ്ങനെയാണ്, ആ ഒരു ചെയിൻ നോക്കിക്കേ, ആ ഒരു സപ്ലൈ ചെയിൻ നോക്കിക്കേ. എങ്ങനെയാണ്, മാനുഫാക്ചർ ടു ഹോൾസെയിലർ, അതായത് മാനുഫാക്ചർ ഒരു റോ മെറ്റീരിയൽ വാങ്ങിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതെന്ത് ചെയ്യുന്നു, അത് ഹോൾസെയിലറുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ അയാൾക്ക് സെയിൽ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലർ അത് റീറ്റെയിലർക്ക് വിൽക്കുന്നു, ദെൻ റീറ്റെയിലർ അത് ഫൈനൽ കൺസ്യൂമറുടെ കയ്യിൽ എത്തിക്കുന്നു. അതാണ് ആ ഒരു സപ്ലൈ ചെയിൻ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡയറക്ട് ടാക്സ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെ ഇൻഡയറക്ട് ടാക്സ് ആകുന്നത്? കാരണം പറഞ്ഞു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും, മാനുഫാക്ചറർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, എന്നിട്ട് ആ പ്രോഡക്റ്റ് ഹോൾസെയിലർക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ സെയിൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു,
ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ടാക്സ് മാനുഫാക്ചറർ വാങ്ങുന്നു. അല്ലെങ്കിൽ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട്, അതായത് സെയിൽ ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ആ ഔട്ട്പുട്ട് ടാക്സ് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ദെൻ ഹോൾസെയിലർ എന്ത് ചെയ്യും, ഹോൾസെയിലർ ആ പ്രൊഡക്റ്റ് റീറ്റെയിലർക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു ടാക്സ് വാങ്ങുന്നു. അതിനെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. കാരണം അയാൾക്ക് ഒരു സെയിലാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു, ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്നു. ദെൻ റീറ്റെയിലർ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർക്ക് വെക്കുന്നു. ദെൻ കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ ടാക്സ് വാങ്ങി എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്, കൺസ്യൂമർ ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നില്ല, പകരം ആ സപ്ലൈ ചെയിനിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ടാക്സ് ഗവൺമെന്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് GST നമ്മൾ ഇൻഡയറക്ട് ടാക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ? എന്തുകൊണ്ടാണ് GST നമ്മൾ ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കാനുള്ള കാരണം എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, ചാറ്റ് ബോക്സിൽ വന്ന് പറയാമോ മനസ്സിലായോ ഇല്ലോ എന്ന്? മനസ്സിലായോ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കാം. എന്താണ്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. എന്തൊക്കെ പറഞ്ഞു? ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് അല്ലെ. അതിലെ രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് എന്തൊക്കെയാണ്? ഒന്ന് മൾട്ടി സ്റ്റേജും, രണ്ട് കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ മൾട്ടി സ്റ്റേജ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? കാരണം ഓരോ സ്റ്റേജിലും ടാക്സ് കളക്ഷൻ വരുന്നുണ്ട് അല്ലെ. നമ്മളിവിടെ കണ്ടു മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ, അങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ സപ്ലൈ ചെയിൻ പോകുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും എന്ത് ചെയ്യുന്നു, ടാക്സ് കളക്ട് ചെയ്യുന്നു അല്ലെ. ഓരോ സ്റ്റേജ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലറിലേക്ക് പോകുന്നു, ഹോൾസെയിലർ ടു റീറ്റെയിലർ, അങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഓരോ സ്റ്റേജ് വരുമ്പോഴും അവിടുന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്തെന്ന് വിളിക്കാം, മൾട്ടി സ്റ്റേജ് എന്ന് വിളിക്കാം. അപ്പൊ GST നമ്മൾ മൾട്ടി സ്റ്റേജ് ടാക്സേഷൻ സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. അതെന്തുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് എന്ന് വിളിക്കുന്നത്? കാരണം ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ബൈ ചെയ്യുന്നത് അയാളുടെ കയ്യിൽ നിന്നായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത് അല്ലെ. എങ്ങനെ നോക്കാം, മാനുഫാക്ചർ ടു ഹോൾസെയിലറുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ മാനുഫാക്ചർ എന്ത് ചെയ്യുന്നു, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആരാണ് കൺസ്യൂം ചെയ്തത്? ഹോൾസെയിലർ ആണ് കൺസ്യൂം ചെയ്തത്, ടാക്സ് കളക്ട് ചെയ്തത് മാനുഫാക്ചർ ആയിരിക്കും. അപ്പം കൺസംഷൻ നടക്കുന്ന എവിടാണോ അവിടെ നിന്നായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, GSTയെ ഒരു കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്, GST ഓഫേഴ്സ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്. ഇനി കൺസംഷൻ ടാക്സ് മാത്രമല്ല, വേറെന്താണ്, GST എന്താണ്, കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റും കൂടെ നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ടേബിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അത് ഈ സെഷനിൽ തന്നെ ഉണ്ട്. നമുക്ക് ആ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ബാക്കി എന്താ പറയുന്നത്, വേർ ദ ബർഡൻ ഓഫ് ഫൈനൽ ടാക്സ് ഈസ് ബോൺ ബൈ ദ കസ്റ്റമർ അല്ലെ. കസ്റ്റമർ തന്നെയായിരിക്കും ഫൈനൽ ടാക്സ് പേ ചെയ്യുന്നത് അല്ലെ. നമ്മൾ കണ്ടു ആ ഒരു സപ്ലൈ ചെയിനിലെ ലാസ്റ്റ് കൺസ്യൂമർ ആയിരിക്കും ടാക്സ് എന്ത് ചെയ്യുന്നത്, പേ ചെയ്യുന്നത് അല്ലെ. കാരണം ഫൈനലി കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ടാക്സ് റീറ്റെയിലർ കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. അപ്പം ഫൈനൽ ടാക്സ് ബർഡൻ ആരുടെ പുറത്ത് തന്നെയായിരിക്കും വരുന്നത്, കൺസ്യൂമറുടെ പുറത്ത് തന്നെയായിരിക്കും വരുന്നത്. പക്ഷെ അത് ഡയറക്ട്ലി പേ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഇനി ബാക്കി എന്താ പറയുന്നത്, ഇറ്റ് എലിമിനേറ്റ്സ് ദ കാസ്കേഡിംഗ് സിസ്റ്റം ഓഫ് ടാക്സ് സിസ്റ്റം. കാസ്കേഡിംഗ് സിസ്റ്റം ഓഫ് ടാക്സ് സിസ്റ്റം ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ കാസ്കേഡിംഗ് എഫക്ട് ഒഴിവാക്കുന്നു. എന്താണ് കാസ്കേഡിംഗ് എഫക്ട്? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യാമോ ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഒക്കെ? ടാക്സ് ഓൺ ടാക്സ് അല്ലേ? അതെ, ടാക്സ് ഓൺ ടാക്സ് എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ഓൺ ടാക്സ് അല്ലേ. എന്താണ് ടാക്സ് ഓൺ ടാക്സ്? നമുക്ക് നേരത്തെ GST വരുന്നതിന് മുമ്പ് തന്നെ, അതെ, ഡബിൾ ടാക്സേഷൻ എല്ലാം കറക്റ്റ് ആണ്. ഐശ്വര്യ ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്നുണ്ട്, ശ്രുതി ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നുണ്ട്, രണ്ടും കറക്റ്റ് ആണ്. എങ്ങനെയാണ് അത് വരിക? അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഇൻഡയറക്ട് ടാക്സേഷൻ ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു? വാറ്റ് ഉണ്ടായിരുന്നു അല്ലെ, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഇൻഡയറക്ട് ടാക്സേഷൻ സിസ്റ്റംസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ചെയിൻ തന്നെ എടുക്കുക, ഈ സപ്ലൈ ചെയിൻ തന്നെ എടുക്കുക. എന്താണ്, ഈ മാനുഫാക്ചറർ 100 രൂപയാണ് അയാളുടെ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ പുറത്തൊരു GST അല്ലെങ്കിൽ അതിന്റെ പുറത്തൊരു ഇൻഡയറക്ട് ടാക്സും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പം മാനുഫാക്ചറുടെ
ആ കോസ്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് 100 രൂപയാണെന്ന് വിചാരിക്കുക. അതിന്റെ പുറത്തൊരു 10% എന്തുകൂടെ ചാർജ് ചെയ്തു, ടാക്സും കൂടെ ചാർജ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്രയായി? 110 രൂപയാണ് ഇൻവോയ്സ് വാല്യൂ ആവുന്നത്. ഓക്കെ, അപ്പൊ 100 രൂപ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയി, 10 രൂപ ടാക്സും കൂടെ ചേർത്ത് 110 രൂപ എന്തായി? ആ പ്രൊഡക്റ്റിന്റെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആയി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ മാനുഫാക്ചറർ ഈ പ്രൊഡക്റ്റ് ഹോൾസെയിലർക്ക് കൈമാറുമ്പോൾ ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് 110 രൂപ അയാൾ കളക്ട് ചെയ്യും അല്ലേ? അപ്പം ഹോൾസെയിലർക്ക് ഉണ്ടായ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഹോൾസെയിലർക്ക് അപ്പൊ എത്ര ഉണ്ടായി ടോട്ടൽ കോസ്റ്റ്? കമന്റ് ചെയ്യാമോ? മാനുഫാക്ചറർ പ്രൊഡക്റ്റ് ഹോൾസെയിലർക്ക് കൈമാറി, 100 രൂപ അയാളുടെ കോസ്റ്റ് ആയി, പ്ലസ് 10 രൂപ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ട് 110 രൂപയ്ക്കാണ് പ്രൊഡക്റ്റ് ആർക്ക് കൊടുത്തത്? ഹോൾസെയിലർക്ക് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഹോൾസെയിലർ എത്ര കോസ്റ്റ് ആയി? അയാൾക്ക് ആ പ്രൊഡക്റ്റിന് എത്ര ചെലവാക്കി? അതാ ഉദ്ദേശിക്കുന്നത്. അതെ, 110 രൂപ ആര് ചെലവാക്കി? ഹോൾസെയിലർ ചെലവാക്കി അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ഹോൾസെയിലർ ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? റീറ്റെയിലർക്ക് കൈമാറണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അയാൾ ഒരു പ്രോഫിറ്റ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. സപ്പോസ് 20 രൂപ പ്രോഫിറ്റ് അയാൾ ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? ഹോൾസെയിലർ അയാൾക്കുണ്ടായ കോസ്റ്റ് 110 പ്ലസ് എന്ത് ചെയ്യുന്നു? 20 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ എത്രയായി? 130 രൂപയായി. അതെ അതെ, 5 130, അതെ കറക്റ്റ് ആണ്. അപ്പൊ 130 രൂപ എന്തായി? ടോട്ടൽ എമൗണ്ട് ആയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 130ന്റെ പുറത്ത് പിന്നെ ഒരു 10% ആഡ് ചെയ്യുന്നു. അപ്പൊ എത്രയാണ്? 130 പ്ലസ് അതിന്റെ 10%. അപ്പൊ എത്ര വരും? അതെ, 143 രൂപ എന്തായിട്ട് വരും? ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ആയിട്ട് വരും. അപ്പൊ ഹോൾസെയിലർ റീറ്റെയിലർക്ക് ഗുഡ്സ് കൈമാറുമ്പോൾ അതിന്റെ ടോട്ടൽ വാല്യൂ എത്ര ആയിരിക്കും? 143 ആയിരിക്കും. അപ്പൊ എന്ത് പറ്റി? മാനുഫാക്ചറർ ഒരു 10% അല്ലെങ്കിൽ 10 രൂപ ടാക്സ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹോൾസെയിലർ എന്ത് ചെയ്തു? ഒരു 13 രൂപയും കൂടെ അതിന്റെ പുറത്ത് ആഡ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 143 ആയിട്ടാണ് റീറ്റെയിലറുടെ കിട്ടുന്നത്. ഇനി റീറ്റെയിലർ എന്ത് ചെയ്യും? റീറ്റെയിലറുടെ കോസ്റ്റ് ആയിട്ട് ഇപ്പൊ കിട്ടിയത് 143 രൂപയാണ്. അയാൾ അപ്പൊ എന്ത് ചെയ്യുന്നു? അതിന്റെ പുറത്ത് പിന്നെയും പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു, പിന്നെ അതിന്റെ അടുത്ത് ടാക്സ് കണ്ടുപിടിക്കുന്നു. സപ്പോസ് അയാളുടെ പ്രോഫിറ്റ് എത്രയാണ്? 10 രൂപയാന്ന് വിചാരിക്കട്ടെ. അപ്പം 143 രൂപ റീറ്റെയിലർക്ക് കോസ്റ്റ് ആയി, അതിന്റെ പുറത്ത് 10 രൂപയും കൂടെ ആഡ് ചെയ്തതിനു ശേഷം എത്രയാണ്? 153 രൂപ കോസ്റ്റ് ആയി മാറി. അതിന്റെ പുറത്ത് പിന്നെയും 10% കൂടെ എന്ത് ആഡ് ചെയ്യും? ടാക്സ് ആഡ് ചെയ്യും അല്ലെ? അതിന്റെ പുറത്ത് പിന്നെയും 10% കൂടെ ടാക്സ് ആഡ് ചെയ്യും. എന്നിട്ട് ഈ സമ്മപ്പ് ചെയ്ത വാല്യൂ ആയിരിക്കും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്? കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അല്ലെ? അപ്പൊ എന്ത് പറ്റി? മാനുഫാക്ചറർ ടാക്സ് ആഡ് ചെയ്തു, ഹോൾസെയിലറുടെ ടാക്സ് ആഡ് ചെയ്തു, റീറ്റെയിലറുടെ ടാക്സ് ആഡ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ എന്ത് പറ്റി? ടാക്സ് ഓൺ ടാക്സ് അല്ലേ? ടാക്സ് ആദ്യം ഒരാൾ ചാർജ് ചെയ്യുന്നു, പിന്നെ അടുത്ത ആൾ പിന്നെ അതിന്റെ പുറത്ത് ചാർജ് ചെയ്യുന്നു അല്ലെ? അപ്പം ഇതിന്റെ എല്ലാം കൂടെ ബർഡൻ ആര് തന്നെ ബേൺ ചെയ്യേണ്ടതായിട്ട് വരും? ഫൈനൽ കൺസ്യൂമർ തന്നെ ബേൺ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ GST വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ടാക്സ് ഓൺ ടാക്സ് സിസ്റ്റം എന്നുള്ളത് ഒഴിവാക്കുന്നു. അതായത് മാനുഫാക്ചറർ ടു ഹോൾസെയിലർ പോകുമ്പോൾ ഉള്ള ടാക്സും പിന്നീട് വരുന്ന ടാക്സ് നമ്മൾ ഒഴിവാക്കുന്നു. അതിന് ആ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഈ സെഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ടാക്സ് ഓൺ ടാക്സ് അല്ലെ, ഓരോ സപ്ലൈ ചെയിനിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷനിലും ടാക്സ് ആഡ് ചെയ്യുന്ന സിസ്റ്റം ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. GST വന്നപ്പോൾ അത് ഒഴിവാക്കി. അതാണ് കാസ്കേഡിംഗ് എഫക്ട് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടില് നമുക്ക് കാണാനുള്ളത്. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? GST എന്താണെന്നും ആ GSTയുടെ പല എലമെന്റ്സും ഇത്ര എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അടുത്ത ലെവലിലേക്ക് കടക്കാം. അതായത് എന്താണ് ഈ GST? നമുക്കറിയാം 2007 GST ഇംപ്ലിമെന്റ് ചെയ്തെന്നറിയാം അല്ലെ? അതിന്റെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ 2000 മുതലാണ് GSTയുടെ ഒരു പ്രാരംഭഘട്ടം ആരംഭിച്ചത്. 2000 വാജ്പേയി ഗവൺമെന്റ് ഇരുന്നപ്പോഴാണ് ആദ്യം GSTയുടെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതും. പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്, കാരണം ഹിസ്റ്ററി അല്ലേ. അപ്പൊ എന്താണ് 2006 ആയപ്പോൾ പിന്നെ UPA ഗവൺമെന്റിന്റെ P ചിദംബരം, ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന P ചിദംബരം അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കൊടുത്തു. പിന്നീട് നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോഴാണ് എന്താണ് അതൊരു ബില്ലായിട്ട് എന്ത് ചെയ്തത്? പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ മമ്മൂട്ടിയുടെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ 1 എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നോ? ഈ ഇടയ്ക്ക് മമ്മൂട്ടിയുടെ 1 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു, കണ്ടായിരുന്നോ? കണ്ടല്ലേ? അതിനകത്തൊരു ഇതുപോലൊരു ബില്ല് പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഒരു ആക്ട് കാണാൻ അല്ലെ? അതെന്തായിരുന്നു? ഒരു ബില്ല് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതെ, അശ്വിൻ പറയുന്നു റൈറ്റ് ടു റീകോൾ അല്ലെ? കറക്റ്റ്. അപ്പൊ റൈറ്റ് ടു റീകോൾ എന്ന് പറഞ്ഞൊരു
ഒരു ബിൽ അല്ലെങ്കിൽ ഒരു ആക്ട് കൊണ്ടുവരാനാണ് ആ മമ്മൂട്ടി കഥാപാത്രം ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെ ചെയ്തു? ആദ്യം പാർലമെന്റിൽ കൊണ്ടുപോയി അത് പാസ് ചെയ്തു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ അത് സ്റ്റേറ്റ് ലെജിസ്ലേഷനിൽ അയാൾ ബില്ലായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ് GSTയും അങ്ങനെയാണ് അല്ലെ. എന്ത് ചെയ്യുന്നു? പാർലമെന്റിലെ രണ്ട് സഭകളും, ആദ്യം ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ത് ചെയ്യുന്നു? അത് ബില്ലായിട്ട് പാസ്സാക്കണം. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനുശേഷമായിരിക്കും അത് പ്രസിഡന്റിന്റെ സൈനും കൂടെ ചേർത്തിട്ട്, പ്രസിഡന്റിന്റെ സൈനും കൂടെ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? അതൊരു ആക്ട് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പൊ 2004 അത് എന്ത് ചെയ്യുന്നത്? ഒരു ബില്ലായിട്ട് പ്രസന്റ് ചെയ്തത്. പിന്നീട് അതിന്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എന്ത് ചെയ്യുന്നു? 2016 ആയപ്പോൾ പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ ഒക്കെ കിട്ടുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ഒക്കെ തുടങ്ങുന്നു. കാരണം നമുക്കറിയാം ഈ GSTയുടെ സിസ്റ്റം മുഴുവൻ ഓൺലൈൻ ത്രൂ ആണ് അല്ലെ. നമ്മൾ ആരും ഡയറക്ട്ലി പണ്ടത്തെ പോലെ മാനുവലി ഒന്നും ചെയ്യാറില്ല, എല്ലാം ത്രൂ ഓൺലൈൻ സിസ്റ്റം ആണ് അല്ലെ. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഓപ്പൺ ചെയ്തു 2006. എന്നിട്ട് എല്ലാ പ്രോസസ്സും എന്താണ്? ഓൺലൈൻ ത്രൂ ആണ് നടക്കുന്നത്. അങ്ങനെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 2017 എന്ത് ചെയ്യുന്നത്? 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലായി. ഇനി അതിലെന്താണ്? അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി നമ്മൾ കാണണം. അതായത് GSTയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്തത് കാണാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ആണ് നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, പാർലമെന്റിൽ ബില്ലായിട്ട് പ്രസന്റ് ചെയ്ത് രണ്ട് സഭകളും അത് അംഗീകരിച്ചതിന് ശേഷം പ്രസിഡന്റിന്റെ സൈനും കൂടെ കിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? അത് ആക്ട് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 265 ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ അത് പറയുന്നത്? നോ ആർബിട്രറി ലെവി ഓഫ് ടാക്സ്, ദാറ്റ് ഈസ് ടാക്സ് ടു ബി കളക്ടഡ് ബേസ്ഡ് ഓൺ ലോ. എന്താ പറയുന്നത്? നോ ആർബിട്രറി ലെവി ഓഫ് ടാക്സ്. അതായത് നിങ്ങൾ ഒരു ടാക്സ് അല്ലെങ്കിൽ ഒരു റവന്യൂ ഗവൺമെന്റ് പീപ്പിളിന്റെ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു നിയമം അതിലുണ്ടാക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ജനങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ്? നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പറയുകയാണ്, ഇന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കണം, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പ്രോപ്പർ സിസ്റ്റം ആണോ? അല്ല. അപ്പൊ എന്താണ്? ആദ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 265 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ആർട്ടിക്കിൾ 265 പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താണ് നിയമം കൊണ്ടുവരിക അല്ലെ. പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി അത് നിയമമായിട്ട് കൊണ്ടുവരിക. അതിനുശേഷം ആ നിയമം വെച്ചിട്ട് എന്ത് ചെയ്യുക? ടാക്സ് കളക്ട് ചെയ്യുക. അതാണ് ആർട്ടിക്കിൾ 265 പറയുന്നത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 246 എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതിലെന്താ പറയുന്നത്? അതിൽ 3 ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? 3 ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുകളെ പറ്റിയാണ് ആർട്ടിക്കിൾ 246 പറയുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ ലിസ്റ്റ് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം, അല്ലെങ്കിൽ എന്താണ് പാർലമെന്റ് അല്ലെ, സെൻട്രൽ ഗവൺമെന്റിന് മാത്രമുള്ള പവേഴ്സ് ആണ്. അതായത് ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ കൊടുക്കുന്ന ലിസ്റ്റ് ആണ് എന്ത്? യൂണിയൻ ലിസ്റ്റ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ബില്ല് പാസ്സാക്കാം, അത് സൈൻ ചെയ്ത് പ്രസിഡന്റിന്റെ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഓൾ ഇന്ത്യ അതൊരു ആക്ട് ആയിട്ട് മാറും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ കൊടുക്കുന്ന ഒരു ലിസ്റ്റ് ആണ് എന്ത്? യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ്? അതാണ് നമ്മൾ ആ 1 സിനിമയിൽ കാണുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. എന്താണ്? കാരണം അത് ആദ്യം പാർലമെന്റിൽ പാസ്സാക്കി പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ അല്ലെ, കേരളത്തിൽ മാത്രമാണ് അവർ ആ നിയമം ആ സിനിമയിൽ പറയുന്നത്, നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. എങ്ങനെയാണ്? അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം പവർ കൊടുക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം പവർ കൊടുക്കുകയാണ്. പക്ഷെ എന്താണ്? നമ്മുടെ GST എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമോ പവർ കൊടുത്താൽ അത് ചെയ്യാമോ? കാരണം സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ കൊടുത്താൽ നമുക്ക് എന്ത് പറ്റില്ല? ആ റെസ്പെക്റ്റീവ്, കാരണം ട്രാൻസാക്ഷൻസ് എല്ലാം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് നടക്കും, ഇന്റർ സ്റ്റേറ്റ് ഒക്കെ നടക്കും അല്ലെ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കൊക്കെ സപ്ലൈ ഒക്കെ നടക്കില്ലേ?
ഓക്കെ, അപ്പൊ എന്ത് പറ്റില്ല? അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ കൊടുത്താൽ നമുക്ക് എന്ത് പറ്റില്ല? ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കില്ല. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം പവർ കൊടുത്താലോ? സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം പവർ കൊടുത്താൽ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം. കൺകറന്റ് ലിസ്റ്റ് എന്താ പറയുന്നത്? ബോത്ത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പവർ കൊടുക്കുന്ന ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രണ്ടുപേർക്കും ഒരേപോലെ പവർ വരുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ GST ഏത് ലിസ്റ്റിൽ വരുന്നതായിരിക്കും? കൺകറന്റ് ലിസ്റ്റിൽ വരേണ്ടതായിരിക്കും, അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് GST. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളെ പറ്റി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ഓഫ് ആൽക്കഹോൾ ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമൻ കൺസംഷന് വേണ്ടി ആൽക്കഹോൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ ഒക്കെ അല്ലേ, അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതെന്താണ്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന്റെ പുറത്ത് ഡിസിഷൻസ് ഒക്കെ എടുക്കാം. ഇനി യൂണിയൻ ലിസ്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസ് ഒക്കെ അല്ലെ. ഇന്ത്യൻ റെയിൽവേസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം അതിൽ എന്ത് ചെയ്യാം? നിയമം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ പവേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രമായിട്ട് പവേഴ്സ് ഉണ്ട്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ് നമ്മുടെ GST. അതിലെന്താണ്? ബോത്ത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അതിന്റെ പുറത്ത് പവർ ഉണ്ട്. അങ്ങനെ രൂപീകരിച്ചതാണ് രണ്ട് നിയമം. ഏതൊക്കെ? CGSTയും SGSTയും. കാരണം രണ്ടുപേർക്ക് പവർ വന്നുകൊണ്ടല്ലേ എന്ത് ചെയ്യുന്നത്? അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിന്റെ പവർ ഉപയോഗിച്ച് ആക്ട് ക്രിയേറ്റ് ചെയ്ത CGSTയും SGST ആയിട്ട് മാറുകയുള്ളൂ. അപ്പൊ CGST SGST എന്ന് പറയുന്നതേ ഉള്ളൂ, വേറൊന്നുമല്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ആക്ട് തന്നെ അത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ കേരള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താണ്? SGST വരും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ അതേ കാര്യങ്ങൾ, ആ ലോയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും SGSTയിൽ പറയുന്നത്. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ അത് കേരള സ്റ്റേറ്റിന്റെ GST ആയിട്ട് മാറും അല്ലെ. ഇനി തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിന്റെ GST ആയിട്ട് മാറും. അതിൽ ആ വേർഡിങ് സെയിം ലോ തന്നെയാണ്, CGSTയുടെ അതേ ലോ തന്നെയാണ് SGSലും പറയുന്നത്. ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മാറും എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിക്കിൾ 246A ആണ്. അപ്പൊ 246 നമ്മൾ കണ്ടു, 3 ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നതെന്ന് കണ്ടു. ഇനി ആർട്ടിക്കിൾ 246A ഉണ്ട്. 246A എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 269ഉം 279ന്റെയും ആർട്ടിക്കിൾ 366 12യുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 246A കാണാം. അപ്പൊ ഈ രണ്ട് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് മനസ്സിലായോ? ആർട്ടിക്കിൾ 246ഉം ആർട്ടിക്കിൾ 265ഉം മനസ്സിലായോ? ഹലോ, മനസ്സിലായി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ 246A എന്താന്ന് കാണാം. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 246A എന്താന്നുള്ളതാണ് നമുക്ക് അടുത്തത് പരിചയപ്പെടാനുള്ളത്. അപ്പം അതിൽ രണ്ട് ക്ലോസ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്ലോസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 246, both central government and state government shall levy tax on goods and services or both, but subject to clause 2. എന്താ പറഞ്ഞിരിക്കുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 246 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? 246ഉം 246Aയും കൂടെ ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ ഏതേ നിലനിൽക്കുകയുള്ളൂ? 246A നിലനിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 246 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 246ഉം 246Aയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? 246A ആണ് നിലനിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ 246Aയിലെ ഫസ്റ്റ് കാര്യം, ഫസ്റ്റ് ക്ലോസിൽ പറയുന്നത്? നമ്മൾ നേരത്തെ കണ്ട കാര്യം തന്നെ. എന്താണ്? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പവർ കൊടുത്തിരിക്കുന്നു. നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലേ? കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് ഗവൺമെന്റ്സിനും എന്ത് കൊടുക്കുന്നു? പവർ കൊടുക്കുന്നതായിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ GSTയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ബോത്ത് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിന്റെ പുറത്ത് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സബ്ജക്ട് ക്ലോസ് 2. പക്ഷെ ക്ലോസ് 2ഉം കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? രണ്ടുപേർക്കും പവർ കൊടുക്കാൻ പാടുള്ളൂ. കാരണം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ക്ലോസ് മാത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും?
എന്ത് സപ്ലൈ നടത്തിയാലും അല്ലെ, ഗുഡ്സോ സർവീസോ എന്ത് സപ്ലൈ നടത്തിയാലും അതിന്റെ പുറത്ത് രണ്ടുപേർക്കും ടാക്സ് കളക്ട് ചെയ്യാം എന്നുള്ള അധികാരമാണ് നമ്മൾ എന്ത് ഫസ്റ്റ് ക്ലോസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അത് മാത്രമാണോ? അങ്ങനെ മാത്രമല്ല. പക്ഷെ ക്ലോസ് 2 കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ അത് പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ക്ലോസ് 2 പോയി നോക്കാം. കാരണം സബ്ജക്ട് ക്ലോസ് 2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്ലോസ് 2 കൂടെ നോക്കാം. അപ്പൊ അതിനുശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായും ക്ലോസ് 1 അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലോസ് 2 എന്താ പറയുന്നത്? ഓൺലി പാർലമെന്റ് ക്യാൻ ലെവി ടാക്സ് ഓൺ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലോസിൽ കണ്ടു എന്ത് സപ്ലൈ നടത്തിയാലും എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ടാക്സ് കളക്ട് ചെയ്യാമെന്നാ പറയുന്നത്. പക്ഷെ സെക്കൻഡ് ക്ലോസിൽ വന്നപ്പം എങ്ങനെ മാറി? സെക്കൻഡ് ക്ലോസിൽ വന്നപ്പോൾ പറയുന്നത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസോ ആണ് നടത്തുന്നതെങ്കിൽ പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് കൊടുക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്നു. അത് എന്തുകൊണ്ടായിരിക്കും പാർലമെന്റിന് മാത്രം അതിന് പവർ കൊടുത്തത്? കാരണം ഇപ്പൊ കേരള സ്റ്റേറ്റിൽ നിന്ന് ഗുഡ്സ് തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ ഇവിടുന്ന് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റിൽ നിന്നും, അത് റിസീവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? തമിഴ്നാട് സ്റ്റേറ്റിലുമാണ് അല്ലെ. അപ്പം എന്താണ്, ഒരു കൺഫ്യൂഷൻ വരും. അതായത് അതിന്റെ ടാക്സ് കേരള സ്റ്റേറ്റിന് പോണോ അതോ തമിഴ്നാട് സ്റ്റേറ്റിന് പോണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് വരും അല്ലെ. അങ്ങനെ വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് ആര് തന്നെ കളക്ട് ചെയ്തോളും? സെൻട്രൽ തന്നെ കളക്ട് ചെയ്തോളും. അപ്പം ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ പാർലമെന്റിന് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത്. ഓക്കെ, അങ്ങനെ ഇന്റർസ്റ്റേറ്റ് നടത്തുകയാണെങ്കിൽ അതിന് എന്ത് ടാക്സ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്? IGST ആയിരിക്കും, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരിക്കും കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സബ്ജക്ട് ക്ലോസ് 2 എന്നും കൂടെ പറഞ്ഞത്? കാരണം ഇന്റർസ്റ്റേറ്റ് നടത്തുവാണെങ്കിൽ പാർലമെന്റിന് മാത്രമാണ്, അല്ലാത്ത കേസുകളിൽ മാത്രമാണ് എന്ത് രണ്ടുപേർക്കും പവർ ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് സബ്ജക്ട് ക്ലോസ് 2 എന്ന് പറഞ്ഞത്. ഇനി ബാക്കി എന്താ പറയുന്നത്? The power to impose tax on sale of following products is still provided to state government. അപ്പൊ താഴെ പറയുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ എന്താണ്? അതിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് തന്നെയാണ് പവർ കൊടുത്തിരിക്കുന്നതെന്ന്. അതായത് രണ്ടുപേർക്കും പവർ ഇല്ല, സെൻട്രലിനും സ്റ്റേറ്റിനും പവർ ഇല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമേ പവർ ഉള്ളൂ. ഓക്കെ, ഏതൊക്കെ? താഴെ പറയുന്ന പ്രൊഡക്ട്സിൽ അതെന്തൊക്കെയാ? പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, അതിനെ പെട്രോൾ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, പിന്നെന്താണ്? നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ആൻഡ് ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. എന്താണ്? നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. പെട്രോള്, ഹൈ സ്പീഡ് ഡീസൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ എയർ ട്രാവൽ, എയർ അതിനുപയോഗിക്കുന്ന, ഓക്കെ, പ്ലെയിനൊക്കെ ഉപയോഗിക്കുന്ന ഡീസലാണ്. ഓക്കെ, പിന്നെന്താണ്? മോട്ടോർ സ്പിരിറ്റ് പെട്രോൾ തന്നെ. പിന്നെന്താണ്? നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, സ്റ്റേറ്റ് ലിസ്റ്റ് പഠിച്ചപ്പോൾ കണ്ടായിരുന്നു അല്ലെ. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ ആർക്ക് തന്നെയാണ്? റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് അതിന് ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം. അതുകൊണ്ട് തന്നെ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്, റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇതിനുള്ള പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? ഹൗവർ വൺസ് GST കൗൺസിൽ ഈസ് റെക്കമെൻഡഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ GST is imposed on this product and no sales tax will be imposed on this product. എന്താ പറയുന്നത്? അപ്പൊ ഇത്രയും പ്രൊഡക്റ്റിന് ഇപ്പം ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാണോ GST കൗൺസിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് GST കൗൺസിൽ അറിയാലോ, നമ്മളത് പഠിക്കും, GST കൗൺസിൽ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം GST കൗൺസില് ഈ മേലിൽ പറയുന്ന പ്രൊഡക്ട്സിന് ടാക്സ് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഇത് എന്ത് വരും? ഇത് GSTയിൽ വരും. ഓക്കെ, അപ്പൊ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്ട്സ് GST കൗൺസില് ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുകയാണെങ്കിൽ അന്ന് മുതൽ എന്ത് വരും? ഈ പ്രൊഡക്ട്സിനൊക്കെ GST വരും. അല്ലാത്ത പക്ഷം ഈ പ്രൊഡക്ട്സിനൊന്നും ഇപ്പൊ നിലവിൽ GST ഇല്ല അല്ലെ. ഈ പ്രൊഡക്ട്സിനൊന്നും GST ഇല്ല, പെട്രോളിനും ഡീസലിനും ഒന്നും നമ്മൾ GST ഇപ്പൊ കളക്ട് ചെയ്യുന്നില്ല. പക്ഷെ GST കൗൺസിൽ എന്നാണോ അത് റെക്കമെൻഡ് ചെയ്യുന്നത്, ഗവൺമെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, അന്ന് മുതൽ മാത്രമായിരിക്കും അതിൽ GST
വരിക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ആർട്ടിക്കിൾ 246A ആയിരുന്നു. നമ്മൾ ആ ആർട്ടിക്കിൾ 246A തന്നെ നമ്മൾ കണ്ടു എന്തൊക്കെയായിരുന്നു. ആർട്ടിക്കിൾ 269ന്റെയും 279ന്റെയും ആർട്ടിക്കിൾ 366(12)യുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ആർട്ടിക്കിൾ 246A കണ്ടതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ആർട്ടിക്കിൾ 246ന്റെ ഒരു സമ്മപ്പ് കണ്ടു. ഇനി അതിൽ തന്നെ ആർട്ടിക്കിൾ 366(12)A ഉണ്ട്. ആർട്ടിക്കിൾ 366(12)A പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് GSTയിൽ കൊണ്ടുവരാനേ പാടില്ല. അപ്പൊ ആർട്ടിക്കിൾ 366(12)A പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GSTയിൽ കൊണ്ടുവരാനേ പാടില്ല. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പൊ നമ്മൾ കണ്ട ഈ പെട്രോള്, ഡീസല്, നാച്ചുറൽ ഗ്യാസ് ആ പ്രൊഡക്ട്സ് ഒക്കെ GST കൗൺസില് ഗവൺമെന്റിൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് GSTയുടെ പെർവ്യൂയിലേക്ക് കൊണ്ടുവരാം. പക്ഷേ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GST കൗൺസിലിന് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. കാരണം അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ GST കളക്ട് ചെയ്യണ്ടെന്ന്. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? ആർട്ടിക്കിൾ 366(12)യും ഇപ്പൊ കണ്ട 246A തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായില്ല. കാരണം അത് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം രണ്ടിലും നമുക്ക് കൺഫ്യൂഷൻസ് വരാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എങ്ങനെയാണ്, അത് GSTയിൽ വരാനേ പോകുന്നില്ല. ഇനി മേളിൽ പറഞ്ഞ പ്രൊഡക്ട്സ് ആണെങ്കിൽ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് GSTയുടെ പെർവ്യൂയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആർട്ടിക്കിൾ അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത ആർട്ടിക്കിൾ കാണാം. എന്താണ്? ആർട്ടിക്കിൾ 269A. ഞാൻ പറഞ്ഞായിരുന്നു 269 പ്ലസ് 279 പ്ലസ് 366 ഒരു സമ്മറിയാണ്. അങ്ങനെയാണെങ്കിൽ 246A ശേഷം നമുക്ക് 269A എന്താ പറയുന്നത് നോക്കാം. 269A എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ IGST കളക്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. നമ്മൾ ആ സെക്കൻഡ് ക്ലോസിൽ കണ്ടായിരുന്നു അല്ലെ. എങ്ങനെയാണ്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ് നടത്തുന്നതെങ്കിൽ അതിൽ പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമായിരിക്കും ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം അല്ലെ. ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റിന് മാത്രമായിരിക്കും. അപ്പൊ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നെങ്കിൽ അതിൽ എന്ത് ടാക്സ് ആയിരിക്കും വരുന്നത്? IGST ആയിരിക്കും വരുന്നത്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അത് ആര് ചെയ്യും? അത് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ലെവി ആൻഡ് കളക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് ചാർജ് ചെയ്യുന്നതും അത് കളക്ട് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരിക്കും അത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ IGSTയുടെ ഒരു പോർഷൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കൊടുക്കും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലെ. കേരള സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട് സ്റ്റേറ്റുമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ട്രാൻസ്ഫർ ചെയ്തത് കേരള സ്റ്റേറ്റിൽ നിന്നാണ്, അത് റിസീവ് ചെയ്തത് തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പൊ അതിലൊരു കോൺഫ്ലിക്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പാർലമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ടാക്സ് കളക്ട് ചെയ്തോളും എന്ന് പറഞ്ഞത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെന്റ് IGST കളക്ട് ചെയ്തു. എന്നിട്ട് ആ IGSTയുടെ ഒരു പോർഷൻ ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയ എന്താണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും, അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. എന്താണ്? അപ്പം കേരള സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് IGST വരും. ആ IGST സെൻട്രലിൽ കളക്ട് ചെയ്യും. എന്നിട്ട് ആ IGSTക്കകത്തുനിന്ന് ഒരു റെസ്പെക്റ്റീവ് പോർഷൻ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും, അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കും. അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് പാർലമെന്റ് തന്നെ ഡിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഡിസൈഡ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. പ്ലേസ് ഓഫ് സപ്ലൈയും ടൈം ഓഫ് സപ്ലൈ ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം അത് എങ്ങനെയാണ്? IGST കളക്ട് ചെയ്തിട്ട് അതിന്റെ ഒരു പോർഷൻ ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കണം എന്നുള്ളത് സെൻട്രലിൽ തന്നെ ഡിസൈഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, ഇനി സെക്കൻഡ് എന്താ പറയുന്നത്? Import or export of goods or services will deem to be interstate trade or commerce. എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 269A സെക്കൻഡ് തിങ് അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമായിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ഗുഡ്സോ സർവീസസോ വിദേശത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യും? ഡീം ടു ബി ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസ്. അതായത് എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ ഹലോ ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? കേൾക്കാം.
ഓക്കെ, കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുക. ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ വിദേശത്തു നിന്ന് എന്തെങ്കിലും ഗുഡ്സോ സർവീസോ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ ചെയ്തതായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. അപ്പൊ വിദേശത്തു നിന്ന് ഞാനിപ്പോ അമേരിക്കയിൽ നിന്ന് ഒരു ഐഫോൺ വാങ്ങാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ അമേരിക്കയിൽ നിന്ന് ഐഫോൺ ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അമേരിക്കയിൽ നിന്ന് ഐഫോൺ ഇമ്പോർട്ട് ചെയ്തതിനെ അത് GST എങ്ങനെ കൺസിഡർ ചെയ്യും? ഞാനത് ഇന്ത്യയിൽ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിൽ നിന്ന്, അതായത് ഞാനിപ്പോ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ ഞാനത് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതായിട്ട് കൺസിഡർ ചെയ്യും, അല്ലെ? കാരണം ഇന്റർ സ്റ്റേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വിദേശത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് തന്നെ കൺസിഡർ ചെയ്യും? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, അതെ, അതിനകത്ത് IGST നമ്മൾ ചാർജ് ചെയ്യുകയും ചെയ്യും. അശ്വിൻ പറഞ്ഞ കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വിദേശത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു, അതിനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അതിനകത്ത് IGST ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുക. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? മൂന്നാമത്തെ കാര്യം വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞു എങ്ങനെയാ നേരത്തെ എന്താണ് IGSTയുടെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു, ഒരു റെസ്പെക്റ്റീവ് പോർഷൻ ഒരു എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് കൊടുക്കും. അത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നുള്ളത് എങ്ങനെ ഡിസൈഡ് ചെയ്യും? പ്ലേസ് ഓഫ് സപ്ലൈയും ടൈം ഓഫ് സപ്ലൈയും വെച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ കാര്യം. പ്രിൻസിപ്പിൾസ് ഫോർ ഡിറ്റർമിനിങ് ദ പ്ലേസ് ഓഫ് സപ്ലൈ ആൻഡ് വെൻ എ സപ്ലൈ ടേക്സ് പ്ലേസ് ഇൻ ഇന്റർ സ്റ്റേറ്റ്. അതായത് ഇന്റർ സ്റ്റേറ്റ് നടക്കുമ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ഏത് സ്റ്റേറ്റിലാണ് നടന്നതെന്ന്? പ്ലേസ് ഓഫ് സപ്ലൈയും ടൈം ഓഫ് സപ്ലൈയും വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് അടുത്ത ആർട്ടിക്കിൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. എന്തായിരുന്നു? 279A അല്ലെ? 279A ആണ് അടുത്ത ആർട്ടിക്കിൾ. ഓക്കെ. 279A എന്തിനെ പറ്റിയാ പറയുന്നത്? GST കൗൺസിലിനെ പറ്റിയാ പറയുന്നത്, അല്ലെ? ഓക്കെ. GST കൗൺസിലിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് GST കൗൺസിൽ? ഫസ്റ്റ് GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ രൂപീകരിച്ചാണ്. ആർട്ടിക്കിൾ എന്താണ് 279A ആണ് അതിനെപ്പറ്റി പറയുന്നത്. എങ്ങനെയാണ്? അതിനൊരു ചെയർപേഴ്സൺ ഉണ്ട്, ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഉണ്ട്. അതാരായിരിക്കും? അത് എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ. ഓക്കെ. അപ്പൊ GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം ആ GST കൗൺസിലിൽ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ കാണും. അത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ അതിന്റെ GST കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിട്ട് ആര് വരും? എല്ലാ സ്റ്റേറ്റിലെയും എന്താണ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ വരും. ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരിക. ഓക്കെ. ഇനി റെസ്പെക്റ്റീവ് സ്റ്റേറ്റില് ഫിനാൻസ് മിനിസ്റ്റർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് പറയുന്ന ഏത് മിനിസ്റ്റർ ആണോ അയാൾക്ക് GST കൗൺസിലിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ GST കൗൺസിലിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് വരിക. പിന്നെ അതിന്റെ മെമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മെമ്പേഴ്സ് ആയിട്ട് റെസ്പെക്റ്റീവ് എന്താണ് സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് വരിക. എന്നിട്ട് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഒരു വൈസ് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു മെമ്പേഴ്സ് ആയിട്ട് ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ ആണ് വരിക. എന്നിട്ട് അവരിൽ തന്നെ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്ന് തന്നെ നമ്മൾ ഒരു വൈസ് ചെയർപേഴ്സണെയും കൂടെ എലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ GST കൗൺസിലിന്റെ സ്ട്രക്ചർ വരിക. ഓക്കെ. അപ്പൊ GST കൗൺസിൽ എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, GST കൗൺസിൽ 279A എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പറയുന്നത്. GSTയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ആർട്ടിക്കിൾ 265 പഠിച്ചു നമ്മൾ, പിന്നെ ആർട്ടിക്കിൾ 246 പറഞ്ഞു, പിന്നെ ആർട്ടിക്കിൾ 269 പറഞ്ഞു, അല്ലെ? അപ്പൊ ഇതിനകത്തൊക്കെ എന്താ ഫസ്റ്റ് തിങ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു നിയമം ആദ്യം കൊണ്ടുവരണം, അതിനുശേഷം മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം 3 ലിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്.
ഓക്കെ, പിന്നെ ആ ലാസ്റ്റത്തെയും കണ്ടു 246A ഡീറ്റെയിൽഡ് കണ്ടു. ക്ലോസ് 1ഉം ക്ലോസ് 2ഉം ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് എന്ത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ടാക്സ് കളക്ട് ചെയ്യാൻ പവർ ഉള്ളതെന്ന് പഠിച്ചു. സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ വരുന്ന സിറ്റുവേഷനും പഠിച്ചു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അടുത്ത ഇതിലേക്ക് കടക്കാം. നമുക്ക് എന്താണ് അടുത്ത ലെവലിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ കണ്ടു ഓൾറെഡി. എന്താണ് GST സെയിം സ്റ്റേറ്റിൽ അല്ലെ? സെയിം സ്റ്റേറ്റിലാണെങ്കിൽ എന്തെന്ന് വിളിക്കും? അതിനെ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കും അല്ലെ? അതായത് GSTയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കൊച്ചിയിൽ നിന്ന് ഒരാള് എന്താണ് ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പൊ കൊച്ചിയിൽ നിന്നുള്ള ഒരു ബയ്യർ ട്രിവാൻഡ്രത്തു നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അപ്പൊ അതിൽ എന്തേ വരുള്ളൂ? അതെന്തെന്ന് വിളിക്കും? നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കും അല്ലെ? അതെ, ഇൻട്രാ സ്റ്റേറ്റ് എന്നാണ് ആ ഒരു ട്രാൻസാക്ഷനെ വിളിക്കുന്നത്. അപ്പം ഇൻട്രാ സ്റ്റേറ്റ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ഏതൊക്കെ ടാക്സ് വരും? CGSTയും വരും, SGSTയും വരും. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഏതൊക്കെ ടാക്സ് കളക്ട് ചെയ്യും? CGSTയും കളക്ട് ചെയ്യും, SGSTയും കളക്ട് ചെയ്യും. ഇപ്പൊ മനസ്സിലായില്ലേ മറ്റേ എന്തുകൊണ്ടാണ് കൺകറന്റ് പവേഴ്സ് കൊടുക്കുന്നത്? കാരണം എന്തുകൊണ്ടാ? ഇവിടെ CGST പോർഷൻ സെൻട്രൽ ഗവൺമെന്റിന് പോവും, SGST പോർഷൻ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ കേരള സ്റ്റേറ്റ് ആണ് SGSTയുടെ പോർഷൻ പോവുക അല്ലെ? അപ്പൊ ഇവിടെ രണ്ടുപേരുടെ ഇൻവോൾവ്മെന്റും വന്നു അല്ലെ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ ഈ GST കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം രണ്ടുപേർക്കും പവർ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ രണ്ടായിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സെൻട്രലിന് മാത്രം പവർ കൊടുത്തിരുന്നെങ്കിൽ എന്തേ പറ്റുള്ളായിരുന്നു? ഈ CGST മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമായിരുന്നെങ്കിലോ? സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രമാണെങ്കിൽ SGST മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി കണ്ടു ഇന്റർസ്റ്റേറ്റ് സെയിൽ അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കുന്നത്. അത് എപ്പോഴാണ് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു അല്ലെ? അതിന്റെ സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു ഇന്റർസ്റ്റേറ്റിന്റെ. അപ്പൊ ഇന്റർസ്റ്റേറ്റ് സെയിലാ വരുന്നെങ്കിലോ അതിനെ ഏത് ടാക്സ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്? IGST ആയിരിക്കും കളക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, കേരള ടു തമിഴ്നാടു അല്ലെ? അപ്പൊ കേരള ടു തമിഴ്നാടു ആ ട്രാൻസാക്ഷനിൽ എന്തായിരിക്കും കളക്ട് ചെയ്യുക? IGST അല്ലെ? ഓക്കെ, ഇതെന്താണ്? ഇത് വേറൊന്നുമല്ല, നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ടാക്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ടാക്സ് ആണ് വരുന്നത് എന്നുള്ളതിന്റെ ഐഡിയ കിട്ടാനായിട്ട് ഈ ഗ്രാഫ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ആദ്യം ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലെ? എന്ത് GSTക്കകത്ത് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രെഡിറ്റ് കിട്ടും എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ആ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രെഡിറ്റ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഇനി അടുത്തത് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്ന സപ്ലൈ ചെയിൻ തന്നെ, നമ്മൾ ആ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കണ്ട ആ സപ്ലൈ ചെയിൻ തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് സെല്ലിംഗ് പ്രൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് ഔട്ട്പുട്ട് ടാക്സ്. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് എപ്പോഴായിരിക്കും വരിക? സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും എന്ത് വരിക? ഔട്ട്പുട്ട് ടാക്സ് വരിക. ഇനി ഇൻവോയ്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസും ഈ ഔട്ട്പുട്ട് ടാക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഇൻവോയ്സ് പ്രൈസ് കിട്ടുക. ഓക്കെ, സെല്ലിംഗ് പ്രൈസും ടാക്സും ഔട്ട്പുട്ട് ടാക്സ്, കാരണം സെയിൽ ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ട് ടാക്സ് വരിക, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക? സപ്ലൈയുടെ ഒരു ഡെഫിനിഷൻ നമുക്കുണ്ട് GSTയിൽ, അത് ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ നമുക്ക് പറയാം. അപ്പം കാരണം സെയിൽ മാത്രമല്ല സപ്ലൈ ആയിട്ട് വരും, വേറെ കുറെ ഐറ്റംസും വരും. ഇപ്പം തൽക്കാലം നമുക്ക് സെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം സെയിൽ ചെയ്യുമ്പോഴാണ് എന്ത് വരിക? ഔട്ട്പുട്ട് ടാക്സ് വരിക. സെല്ലിംഗ് പ്രൈസും ഔട്ട്പുട്ട് ടാക്സോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻവോയ്സ് വാല്യൂ കിട്ടുക. ഇനി ഇൻപുട്ട് ടാക്സ്, ആ കാര്യം പഠിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇൻപുട്ട് ടാക്സ് എങ്ങനെ എടുക്കാം എന്നുള്ളത് പഠിക്കാനായിട്ടാണ്. അത് ആ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇനി ലാസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത് നമ്മൾ എത്ര ടാക്സ് ആണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് ലാസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്നത്. പേയ്മെന്റ് ഓഫ് ടാക്സ് ടു ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എടുക്കാം. അതേ എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ റേറ്റ് ഓഫ് ടാക്സ് അവിടെ 10 നമ്മൾ എടുത്തെങ്കിൽ ഇവിടെ 6% എടുക്കാം. ഓക്കെ, അതേ ഉള്ള വ്യത്യാസം. അപ്പം ഫസ്റ്റ് സപ്ലൈ ചെയിൻ മാനുഫാക്ചർ 1, മാനുഫാക്ചർ 2-നാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ സപ്ലൈ നടക്കുന്നത്. അപ്പൊ മാനുഫാക്ചർ 1 ഒരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ്
പ്രൊഡ്യൂസ് ചെയ്തു. അത് എന്ത് ചെയ്യുന്നു? മാനുഫാക്ചർ 1 മാനുഫാക്ചർ 2 അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ടോട്ടൽ പ്രൈസ് എന്താണ്? 100 രൂപയാണ് മാനുഫാക്ചർ 1 കോസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ എന്താണ്? 100 രൂപ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വെച്ചു. ഓക്കെ, ഇനി ഈ 100ന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? GST വരും അല്ലെ? കാരണം ഇത് ഇയാളുടെ ട്രാൻസ്ഫർ ആണ്, ഇത് ഇയാളുടെ സെയിലാണ്. അപ്പൊ അതിന്റെ പുറത്ത് എന്ത് വരും? ഔട്ട്പുട്ട് ടാക്സ് വരും. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ GST 6% ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? അപ്പൊ 100ന്റെ 6% എത്ര വരും? 6 ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കിട്ടും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹലോ, എല്ലാവർക്കും എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പം 100 രൂപ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വന്നു. 6% GST. അപ്പൊ GST ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഔട്ട്പുട്ട് ടാക്സ് 6 ആയിട്ട് വരും. അപ്പൊ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എത്ര വന്നു? ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 106 ആയിട്ട് വന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായി. കാരണം നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ് അല്ലെ? ആദ്യം ഇൻട്രൊഡക്ഷനിലെ പാട്ടിൽ കണ്ട കാര്യം തന്നെയാണ്. റേറ്റ് ഓഫ് ടാക്സ് മാത്രം മാറിയെന്നേ ഉള്ളൂ. അപ്പൊ 106 രൂപ ഇൻവോയ്സ് വാല്യൂ ആയിട്ട് വന്നു. ഇവിടെ ഇൻപുട്ട് ടാക്സ് ആയിട്ട് ഒന്നുമില്ല. അത് അടുത്ത സിറ്റുവേഷനിലാണ് വരുന്നത്. അവിടെ വരുമ്പോൾ എങ്ങനെയാ വരിക എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 6 രൂപ ആരാണ് കളക്ട് ചെയ്തത്? മാനുഫാക്ചറർ 1 ആണ് മാനുഫാക്ചറർ 2 കയ്യിൽ നിന്ന് കളക്ട് ചെയ്തത് അല്ലെ? മാനുഫാക്ചറർ 1 ആണ് മാനുഫാക്ചറർ 2 കയ്യിൽ നിന്ന് കളക്ട് ചെയ്തത്. അത് ഡയറക്ട്ലി 6 രൂപ ഗവൺമെന്റിലേക്ക് പേ ചെയ്തു. ഓക്കെ, ആ ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സപ്ലൈ ചെയിനിലേക്ക് വന്നാൽ എങ്ങനെയാണ്? അടുത്ത സപ്ലൈ ചെയിനിലേക്ക് വന്നാൽ മാനുഫാക്ചർ 2 എന്താണ്? മാനുഫാക്ചർ 2 ടു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതാണ് സപ്ലൈ ചെയിൻ. അപ്പൊ എന്താണ്? ഈ മാനുഫാക്ചർ 2 ടോട്ടൽ പേയ്മെന്റ്സ് എത്രയാണ്? അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് പോയ ടോട്ടൽ പൈസ എത്ര ആയിരിക്കും? അയാളുടെ കോസ്റ്റ്, അതാ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും ഈ മാനുഫാക്ചർ 2 ഉണ്ടായിരിക്കുന്നത്? കമന്റ് ചെയ്യാമോ? 106. അതെ, 106 രൂപയായിരിക്കും അല്ലെ? കാരണം 100 രൂപ അയാള് സെല്ലിംഗ് പ്രൈസ് ആയിട്ടും കൊടുത്തു, 6 രൂപ ടാക്സും കൊടുത്തു. അങ്ങനെ ടോട്ടൽ 106 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട എന്താണ്? നേരത്തെ GST വരുന്നതിനുള്ള മുമ്പുള്ള ഇൻഡയറക്ട് ടാക്സേഷൻ സിസ്റ്റത്തിൽ എങ്ങനെയായിരുന്നു? ഈ 106 തന്നെ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം പക്ഷെ GSTയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അത് കോസ്റ്റ് ആയിട്ട് എടുക്കില്ല. കാരണം നമ്മൾ ഈ എന്താണ് മാനുഫാക്ചർ 2 ടു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതിനകത്ത് അയാൾക്കുണ്ടായ ടോട്ടൽ കോസ്റ്റ് 106 ആണ്. അപ്പൊ 106 എടുക്കാൻ വരുമ്പോൾ ഗവൺമെന്റ് പറയും നിങ്ങൾ 6 രൂപ ടാക്സ് ആയിട്ട് എടുക്കണ്ട, അത് ഞാൻ നിങ്ങൾക്ക് പേ ചെയ്തോളാം എന്ന് പറയും. എന്ത് പറയും? ഗവൺമെന്റ് പറയും നിങ്ങൾക്കുണ്ടായ, കാരണം ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ 6 രൂപ ടാക്സ് ആയിട്ട് മാനുഫാക്ചർ 2 പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണ്ട, കോസ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണ്ട, ആ 6 രൂപ ഞാൻ തന്നോളാം എന്ന് പറയും, ഗവൺമെന്റ് തന്നോളാം എന്ന് പറയും. ഓക്കെ, അപ്പൊ അയാൾ എത്ര തന്നെ വെക്കും? 100 രൂപ തന്നെ കോസ്റ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ മാനുഫാക്ചർ 2 ടു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളതിനകത്ത് 100 രൂപ തന്നെ അയാളുടെ കോസ്റ്റ് ആയിട്ട് അയാൾ എടുക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ കോസ്റ്റ് മാത്രം പോരല്ലോ, അയാൾക്ക് ഒരു പ്രോഫിറ്റ് കൂടെ കിട്ടണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? 100ന്റെ കൂട്ടത്തിൽ ഒരു 20 രൂപയും കൂടെ എന്ത് ചെയ്യും? പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് 120 രൂപ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വെക്കും. ഓക്കെ, അപ്പം മാനുഫാക്ചർ 2 എന്ത് ചെയ്തു? 6 രൂപ തന്റെ കോസ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തില്ല. 6 രൂപ ടാക്സ് ആയിരുന്നു അല്ലെ? അയാൾ കൊടുത്ത ടാക്സ് ആണ്, അത് കോസ്റ്റിനോട് ആഡ് ചെയ്തില്ല. പോയിട്ട് ബാക്കി 100 രൂപ മാത്രമാണ് കോസ്റ്റ്. ആ 100 രൂപ കോസ്റ്റിന്റെ കൂട്ടത്തിൽ പ്രോഫിറ്റും കൂടെ, കാരണം അയാൾക്ക് പ്രോഫിറ്റ് വേണ്ടേ, സെയിൽ ചെയ്യുമ്പോൾ എന്തായാലും പ്രോഫിറ്റ് വേണ്ടേ? അപ്പൊ എന്ത് ചെയ്തു? ഒരു 20 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തു. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 120 ആയിട്ട് വന്നു. ഇനി ഈ 120-നാണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടർക്ക് അയാൾ കൊടുക്കുന്നത്. മാനുഫാക്ചർ 2 ഡിസ്ട്രിബ്യൂട്ടർക്ക് ഈ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? 120 രൂപയുടെ പുറത്ത് എന്ത് വരും? പിന്നെയും GST വരും, 6% GST വരും അല്ലെ? അപ്പൊ 120 × 6% ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7.2 ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കിട്ടും. അതെ, ഐശ്വര്യ 7.2 എന്ന് പറയുന്നുണ്ട്. അതെ, കറക്റ്റ് ആണ്. 7.2 നമുക്ക് എന്തായിട്ട് കിട്ടും? ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് കിട്ടും. അപ്പൊ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എത്രയാണ്? 127.2 അല്ലെ? 120 രൂപ സെല്ലിംഗ് പ്രൈസ്, 7.2 ഔട്ട്പുട്ട് ടാക്സ്. അങ്ങനെ ടോട്ടൽ 120.2 രൂപ എന്ത് ചെയ്യണം? ഇൻവോയ്സ് വാല്യൂ ആയിട്ട് വന്നു. ഇനിയാണ് കളി. എന്താണ്? അപ്പൊ എന്താണ്? 6 രൂപ ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ 127.2-നകത്ത് എന്ത് വരും? ആ ടാക്സ് വന്നിട്ടുണ്ട് അല്ലെ? 7.2 രൂപ. ആ ടാക്സ് എന്താണ്? ആ ടാക്സ് മാനുഫാക്ചർ 2 ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളതാണ് അല്ലെ? കാരണം അയാൾ സെയിൽ ചെയ്തു,
അല്ലെ? അയാൾ 120 രൂപയ്ക്കാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. ആ 120ന്റെ പുറത്താണ് 6% ടാക്സ് വന്നിരിക്കുന്നത്. അതാണ് 7.2 ആയിട്ട് കിട്ടിയത്. ഈ 7 എന്താണ്? മാനുഫാക്ചർ ടു ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ 7 കൊടുക്കാനുള്ളത്. അപ്പൊ മാനുഫാക്ചർ ടു വിചാരിക്കുന്ന എന്താണ്? എനിക്ക് ഗവൺമെന്റ് ഒരു 6 രൂപ തരാനില്ലേ എന്ന് വിചാരിക്കും. അപ്പൊ ഗവൺമെന്റ് എന്ത് പറയും? ഗവൺമെന്റ് അത് തന്നോളാന്നാ പറഞ്ഞത്. അപ്പൊ മാനുഫാക്ചർ ടു എന്ത് വിചാരിക്കുന്നു? എനിക്കൊരു 6 രൂപ ഗവൺമെന്റ് തരാനുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിലവില് ഈ ട്രാൻസാക്ഷൻ പ്രകാരം 7.2 രൂപ എന്ത് ചെയ്യുന്നു? മാനുഫാക്ചർ ടു ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് പറയുന്നു, അപ്പൊ തരാനുള്ളതും കിട്ടാനുള്ളതും കൂടെ സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി എന്ന് പറയും. എങ്ങനെയാണ്? ഒരു 6 രൂപ ആദ്യത്തെ ട്രാൻസാക്ഷനിൽ ടാക്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാനുഫാക്ചർ ടു പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു അത് ഹോൾഡ് ചെയ്യാ, എന്ത് ചെയ്യാം, അത് നിങ്ങൾ കോസ്റ്റ് കൂടത്തിൽ ആഡ് ചെയ്യണ്ട, ഞാൻ അത് തന്നോളാന്ന് പറയും. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് 120 രൂപ സെല്ലിംഗ് പ്രൈസ് ആക്കി. ആ 120ന്റെ പുറത്ത് 6% GST കൂടെ ആഡ് ചെയ്തു. അപ്പൊ എന്ത് വന്നു? 7.2 GST ആയിട്ട് വന്നു. ആ 7.2 എന്താണ്? മാനുഫാക്ചർ ടു ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്, അല്ലെ? അപ്പം ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാനുഫാക്ചർ ടു വിചാരിക്കുന്നു 7.2 ഞാൻ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്, 6 എനിക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് തരാനുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് പറയുന്നു അത് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. അപ്പൊ അത് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 7.2 രൂപ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ളതാണ്, 6 രൂപ ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, അല്ലെ? അപ്പൊ അത് ലെസ് ചെയ്യുമ്പോൾ എത്ര വരും? 1.2 വരും. ഓക്കെ, 1.2 വരും. ആ 1.2 മാത്രം എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ ഇൻപുട്ട് ടാക്സ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹലോ, ഇപ്പൊ മനസ്സിലായോ ഇൻപുട്ട് ടാക്സ് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? കാരണം നേരത്തെ ഉള്ള സിസ്റ്റം ആയിരുന്നെങ്കിൽ എന്ത് നടക്കുമായിരുന്നു? ഈ 6 കൂടെ ആ 100 എന്നുള്ള കോസ്റ്റിനൂടെ ആഡ് ചെയ്തിട്ട് 106 ആയിട്ട് വരുമായിരുന്നു. പക്ഷെ GST വരുമ്പോൾ അങ്ങനെ ആഡ് ചെയ്യണ്ട. അതിന് പകരം എന്താണ്? ഫർദർ സെയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫർദർ സപ്ലൈ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ ഉണ്ടായ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രം ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഈ സെക്കൻഡ് സപ്ലൈ ചെയിനിലെ ആ സെക്കൻഡ് ട്രാൻസാക്ഷനിലേക്ക് വരുമ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്ത് ഔട്ട്പുട്ട് ടാക്സ് 7.2 ഉണ്ടായിരുന്നു. നേരത്തെ അയാൾക്കുണ്ടായ ടാക്സ് 6 ആണ്. സെറ്റ് ഓഫ് ചെയ്ത് 1.2 മാത്രമാണ് ഗവൺമെന്റിലേക്ക് അടച്ചത്. ഇനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് വരിക. അടുത്തത് എന്താണ്? അടുത്തത് പിന്നെയും ഇതേ സിറ്റുവേഷൻ തന്നെ. എങ്ങനെയാണ്? ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്ര ഉണ്ടായി ടോട്ടൽ കോസ്റ്റ്? ഡിസ്ട്രിബ്യൂട്ടർക്ക് എത്ര ഉണ്ടായി കാണും ടോട്ടൽ കോസ്റ്റ്? കമന്റ് ചെയ്യാമോ? 127.2. അതെ, 127.2 കറക്റ്റ് ആണ്, അല്ലേ? 127.2 ആണ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായ കോസ്റ്റ്. അപ്പൊ ഇവിടെ വരുമ്പോൾ പിന്നെയും ഗവൺമെന്റ് പറയും എന്താണ്? ആ ടാക്സ് എലമെന്റ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട, കോസ്റ്റ് മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്ന് പറയും. ആ 7.2 ഞാൻ തന്നോളാം എന്ന് പറയും. കാരണം ആ 7.2 എന്ത് ചെയ്താണ്? ഡിസ്ട്രിബ്യൂട്ടർ മാനുഫാക്ചർ ടൂവിന് കൊടുത്തതാണ്. അപ്പൊ അതെന്ത് ചെയ്യണ്ട? കോസ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണ്ട എന്ന് പറയും. അങ്ങനെ അയാൾ എന്ത് തന്നെ എടുക്കും? 120 തന്നെ കോസ്റ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അയാൾക്ക് ഒരു പ്രോഫിറ്റ് വേണം. ഡിസ്ട്രിബ്യൂട്ടർക്കും സെയിൽ ചെയ്യുമ്പോൾ ഒരു പ്രോഫിറ്റ് വേണ്ടേ? അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഒരു 25 രൂപ അതിന്റെ കൂട്ടത്തിൽ പ്രോഫിറ്റ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പൊ സെല്ലിംഗ് പ്രൈസ് 145 വരും. ഇനി 145 എന്ത് ചെയ്യാൻ പോവാണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അതാണ് ആ പ്രൈസിനാണ് ഹോൾസെയിലർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? ഈ 145ന്റെ പുറത്ത് 6% GST വരും, അല്ലെ? അപ്പൊ 145ന്റെ പുറത്ത് 6% GST വരും. അത് എത്ര വരും? 8.7 വരും, അല്ലെ? അതെ, കൃഷ്ണ 8.7 എന്ന് പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. എത്ര വരും? 8.7 നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വരും. അപ്പൊ ഈ 8.7 എന്താണ്? ഈ ഡിസ്ട്രിബ്യൂട്ടർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതാണ്, അല്ലെ? ഡിസ്ട്രിബ്യൂട്ടർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതാണ്. അപ്പൊ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ നമുക്ക് 153.7 വന്നിട്ടുണ്ട്. ഓക്കെ, 153.7 ആണ് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. അതിൽ 8.7 ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്യേണ്ടതാണ്? ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടതാണ്. അതെങ്ങനെ കിട്ടിയത്? കാരണം ഈ ട്രാൻസാക്ഷനിലെ സെല്ലിംഗ് പ്രൈസ് 145 ആണ്. ആ സെല്ലിംഗ് പ്രൈസിന്റെ പുറത്ത് വന്ന GST ആണ് 8.7. അത് ഡിസ്ട്രിബ്യൂട്ടർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഫുള്ളായിട്ട് നമ്മൾ പേ ചെയ്യണ്ട. കാരണം എന്താ? ഗവൺമെന്റ് ഇങ്ങോട്ട് എമൗണ്ട് തരാനുണ്ട്, അല്ലെ? അയാൾ നേരത്തെ തൊട്ട് മുമ്പുണ്ടായ ട്രാൻസാക്ഷനകത്തെ 7.2 അയാൾക്ക് ടാക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഇങ്ങോട്ട് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് എന്ത് പറയും? അത് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് മാത്രം ടാക്സ് ആയിട്ട് അടച്ചാൽ മതി എന്ന് പറയും. അപ്പൊ അത് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എത്ര വരും?
8.7 ആണ് ഇപ്പം വന്ന ഔട്ട്പുട്ട് ടാക്സ്. അയാൾ നേരത്തെ ഗവൺമെന്റിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനായിട്ട് 7.2 ഉണ്ടായിരുന്നു. സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാക്കി 1.5 വരുള്ളൂ. അപ്പൊ 1.5 ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വന്നില്ല? ടാക്സ് ഓൺ ടാക്സ് വന്നില്ല. ഓക്കെ, അപ്പം ബാക്കി സെറ്റ് ഓഫ് ചെയ്ത് ബാലൻസ് എമൗണ്ട് ആയ 1.5 മാത്രമേ ഗവൺമെന്റിലേക്ക് പേ ചെയ്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുമ്പം ഹോൾസെയിലർ ടു റീറ്റെയിലർ. അപ്പൊ ഹോൾസെയിലർക്ക് എത്ര വരും ടോട്ടൽ കോസ്റ്റ്? ഹോൾസെയിലറുടെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 153.7. അതെ, 153.7 ആയിരിക്കും വരും. ഇതേ കാര്യം തന്നെ നടക്കും അവിടെ അല്ലേ? കാരണം ടാക്സ് എന്ത് ചെയ്യണ്ട, കോസ്റ്റിലൂടെ ആഡ് ചെയ്യണ്ട എന്ന് പറയും. അപ്പൊ എന്ത് തന്നെ എടുക്കും? കോസ്റ്റ് മാത്രം എടുക്കും. അപ്പൊ 145 ആയിരിക്കും കോസ്റ്റ് ആയിട്ട് വരിക. അതിന്റെ കൂട്ടത്തിൽ ഹോൾസെയിലർ ഒരു 15 പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യും. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 160 രൂപ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ 160ന്റെ പുറത്ത് GST വരും. കാരണം എന്താണ്? അത് പിന്നെ അയാൾ സപ്ലൈ ചെയ്യാൻ പോവാണ്, സെയിൽ ചെയ്യാൻ പോവാണ് അല്ലെ? ഹോൾസെയിലർ ടു റീറ്റെയിലർ സെയിൽ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? ഈ 160ന്റെ പുറത്ത് 6% GST വരും. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് എത്ര വരും? 9.6 വരും അല്ലെ? അതെ, 9.6 ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വരും. അത് ഹോൾസെയിലർ എന്ത് ചെയ്യേണ്ടതാണ്? ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ടോട്ടലി പേ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റ് ഇങ്ങോട്ടൊരു എമൗണ്ട് തരാനുണ്ട് അല്ലെ? അയാൾക്കുണ്ടായ ടാക്സ് നേരത്തെ തൊട്ട് മുമ്പത്തെ ട്രാൻസാക്ഷനിൽ അയാൾ കൊടുത്ത ടാക്സ് 8.7 ഗവൺമെന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി എത്ര അടച്ചാൽ മതി? 0.9 മാത്രം ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. ഓക്കെ, ഇതേ കാര്യം തന്നെയായിരിക്കും അടുത്ത ട്രാൻസാക്ഷൻ റീറ്റെയിലർ ടു കൺസ്യൂമർ വരിക. ഓക്കെ, റീറ്റെയിലർ ടു കൺസ്യൂമറും ഇതേ കാര്യം തന്നെയായിരിക്കും വരിക. അങ്ങനെ ടാക്സ് കോസ്റ്റിന്റെ അടുത്ത് ആഡ് ചെയ്യണ്ടെന്ന് പറയും. അപ്പൊ എന്ത്? 160 തന്നെ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കും. പിന്നെ എന്ത് ചെയ്യും? റീറ്റെയിലർ ഒരു പ്രോഫിറ്റ് 10 രൂപ ആഡ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 170 ആയിട്ട് വരും. അതിന്റെ പുറത്ത് 6% GST വരും അല്ലെ? കാരണം അത് അടുത്ത സപ്ലൈ ആണ് അല്ലെങ്കിൽ അടുത്ത സെയിൽ ആണ്. ഓക്കെ, അപ്പം എന്താണ്? 170ന്റെ 6% എടുക്കുക. അപ്പൊ എത്ര വരും? 10.2 നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വരും അല്ലെ? അപ്പൊ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 180.2 വരും. ഈ 10.2 ആരടക്കേണ്ടതാണ്? റീറ്റെയിലർ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതാണ്. പക്ഷെ അത് മുഴുവനായിട്ട് അടയ്ക്കേണ്ട. കാരണം തൊട്ട് മുമ്പത്തെ ട്രാൻസാക്ഷനിൽ അയാൾക്ക് ഒരു 9.6 ടാക്സ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്ത് പറയും? സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രം ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. അപ്പം 0.6 എന്തായിട്ട് അടച്ചാൽ മതി? ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി എന്ന് പറയും. ഓക്കെ, ഇനി ടോട്ടൽ നമുക്ക് ആ പേയ്മെന്റ് ടു ടാക്സ് അല്ല പേയ്മെന്റ് ടു ഗവൺമെന്റ് അല്ലെ? ആ പേയ്മെന്റ് ടു ഗവൺമെന്റ് എന്നുള്ള കോളം എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ, എത്ര വരും? അതെ, 10.2 ആണ് വരിക അല്ലെ? 6 + 1.2 + 1.5 + 0.9 + 0.6 ചെയ്താൽ നമുക്ക് എത്ര വരും? 10.2 തന്നെ വരും അല്ലെ? ആ 10.2 അല്ലേ ഇവിടെ വരിക അല്ലെ? കണ്ടോ, ലാസ്റ്റത്തെ ട്രാൻസാക്ഷനകത്തെ ഔട്ട്പുട്ട് ടാക്സ് കണ്ടോ? 10.2 തന്നെ അല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? ഫൈനൽ കൺസ്യൂമറുടെ ഇത് തന്നെയാണ് ബർഡൻ വരിക. അപ്പൊ ടോട്ടൽ ടാക്സ് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷനിൽ ഉണ്ടായ ഫൈനൽ ടാക്സ് ആരാണ് പേ ചെയ്യുന്നത്? കൺസ്യൂമർ തന്നെ പേ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വന്നില്ല? ഈ ഓരോ ട്രാൻസാക്ഷനിലും ടാക്സ് ഓൺ ടാക്സ് വന്നില്ല. അതിന് പകരം എന്ത് പറ്റി? അവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റി അല്ലെ? നേരത്തെ അവർ കൊടുത്ത ടാക്സ് എന്തായിട്ട് എടുക്കാൻ പറ്റി? ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പൊ അത് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ളത് മാത്രമേ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് എലിമിനേറ്റ് ചെയ്തു? കാസ്കേഡിംഗ് എഫക്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഫൈനൽ ടാക്സ് അല്ലെങ്കിൽ ഫൈനൽ ബർഡൻ എപ്പോഴും ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? കൺസ്യൂമർ തന്നെയായിരിക്കും പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ചെയിൻ. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ആ ഇൻട്രൊഡക്ഷനിൽ കണ്ട കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഇങ്ങനെയാണ് സംഭവിക്കുക. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം കുറച്ച് ഒരുപാടുണ്ട്. നമ്മൾ അതിൽ ആവശ്യമുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതില് സെക്ഷൻ 2 സബ്സെഷൻ 10, അതായത് സെക്ഷൻ 2 സബ്സെഷൻ 10 എന്ന് പറയുന്നത് CGST ആക്ട് ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു CGST ആക്ടിൽ വരുന്ന അതേ കാര്യം തന്നെയായിരിക്കും SGST ആക്ടിലും വരിക അല്ലെ? ഓക്കെ, അപ്പം എന്താണ്? CGSTയുടെ അതേ കാര്യം തന്നെയായിരിക്കും SGST. റെസ്പെക്റ്റീവ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആ സ്റ്റേറ്റ് എന്നുള്ളത് മാത്രമായിട്ട് മാറും അല്ലെ? അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് CGST ആക്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ CGST ആക്ടിനകത്തെ സെക്ഷൻ 2 സബ്സെഷൻ 20 ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ്? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ.
കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നുള്ളതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ ഇതുവരെ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഇതുവരെ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഈ ഡെഫിനേഷൻ നോക്കാം. എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? എങ്ങനെയാണ്? എ പേഴ്സൺ who occasionally undertakes transaction involving supply of goods or services or both in course or furtherance of business, whether as principal, agent or in any other capacity in a state or union territory where he has no fixed place of business. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അല്ലെ? എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പാർട്ടായിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ? എ പേഴ്സൺ who occasionally undertakes transaction ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. എന്താണ്? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഒക്കേഷനലി, വല്ലപ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നു? ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സപ്ലൈ എന്നുള്ളതിനകത്ത് ഒരു ഡെഫിനേഷൻ ഉണ്ട്. സെക്ഷൻ 7 സപ്ലൈ എന്നുള്ള ഡെഫിനേഷൻ ഉണ്ട്. അതിനകത്ത് ഒത്തിരി മീനിങ് വരുന്നുണ്ട്. നമ്മൾ ഈ വൈറസിനൊക്കെ പല വകഭേദം ഉണ്ടെന്ന് പറയുന്ന പോലെ സപ്ലൈക്ക് എന്തുണ്ട്? പല പല വകഭേദങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ സെയിലായിട്ട് തന്നെ എടുക്കാം. കാരണം സെയിൽ മാത്രമല്ല സപ്ലൈ വരുന്നത്, വേറെ കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പം എ പേഴ്സൺ ഹു ഒക്കേഷനലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ഓർ സർവീസസ് അയാൾ എന്ത് ചെയ്യുന്നു? വല്ലപ്പോഴും മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ്? ഇൻ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. വല്ലപ്പോഴേ ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. അതായത് എന്താണ്? ഒരു ജ്വല്ലറി ഓണർ ആണ് അല്ലെ? ജ്വല്ലറി ഓണർ എന്ത് ചെയ്യുന്നു? അയാളുടെ ബിസിനസിന്റെ, ഇപ്പം കല്യാണിന്റെ ഒക്കെ പരസ്യം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? അയാള് തമിഴ്നാട്ടിലൊക്കെ പോയി, കല്യാണരാമൻ എന്ന് പറഞ്ഞ അയാളുടെ ഓണർ തമിഴ്നാട്ടിലൊക്കെ പോയി നൂലൊക്കെ അല്ലെ അവിടുന്ന് പർച്ചേസ് ചെയ്ത്, ഹാൻഡ് മെയ്ഡ് തന്നെ നൂലാണ് എടുക്കുന്നത്. അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലോത്ത് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അയാള് കല്യാണരാമൻ എന്ന് പറഞ്ഞ ആള് തമിഴ്നാട്ടിലേക്ക് എന്തിനാ പോയത്? ആ നൂല് അത് പർച്ചേസ് ചെയ്യാനായിട്ടാണ് അല്ലെ? അത് എങ്ങനെയാണ്? അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അയാൾ പോയത് അല്ലെ? അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ട്, അല്ലാതെ ചുമ്മാ സ്ഥലം കാണാമെന്ന് പറഞ്ഞു പോയതല്ല അല്ലെ? അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അയാൾ ആ നൂല് പർച്ചേസ് ചെയ്യാനായിട്ട് പോയത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഗുഡ്സോ സർവീസസോ എന്ത് ചെയ്യുന്നു? ടെമ്പററി ബേസിസിൽ ചെയ്യാൻ പോവാണ്, സപ്ലൈ ചെയ്യാൻ പോവാണ്. പക്ഷെ അത് അയാളുടെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, പക്ഷെ എങ്ങനെയൊക്കെ ആകാം? വെദർ ആസ് പ്രിൻസിപ്പൽ, ഏജന്റ് ഓർ ഇൻ എനി അതർ കപ്പാസിറ്റി. അപ്പം ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അയാള് പ്രിൻസിപ്പൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഏജന്റ് ആയിരിക്കാം. അപ്പം അയാൾ തന്നെ ഓണർ ആയിരിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കല്യാണരാമൻ അല്ലെ? കല്യാണിന്റെ ഓണർക്ക് തന്നെ വേണമെങ്കിൽ പോകാം. അപ്പൊ അയാൾ എന്തായി? പ്രിൻസിപ്പളായി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്കൊരു ഏജന്റിനെ ഫിക്സ് ചെയ്തിട്ട് ആ ഏജന്റിനെ പറഞ്ഞു വിടാം. അപ്പൊ എന്തായി? ഏജന്റ് ആയിട്ട് പോയാലും അതും ബിസിനസിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എനി അതർ കപ്പാസിറ്റി, വേറെ ഏതെങ്കിലും ആൾക്കാരെ പറഞ്ഞു വിടുകയാണെങ്കിൽ അവര് എന്ത് തന്നെയാണ്? ബിസിനസിന്റെ ഭാഗമായിട്ടാണ് പോകുന്നതെങ്കിൽ അയാളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ തന്നെ വിളിക്കാം. ഓക്കെ, ഇത് എവിടെയാണ് പോകുന്നത്? ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വെയർ ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. പോകുന്നത് എന്താണ്? വേറൊരു സ്റ്റേറ്റിൽ, അയാൾക്ക് ബിസിനസ് ഇല്ലാത്ത വേറൊരു സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ ആണ് പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ കല്യാണരാമൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്താണ്? കേരളത്തിലാണ് ബിസിനസ് എങ്കിൽ അയാൾ പോകുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പൊ തമിഴ്നാട്ടിലാണ് അയാൾ ബിസിനസ് ചെയ്യാൻ പോകുന്നെങ്കിൽ തമിഴ്നാട്ടിൽ അയാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അയാൾ കേരളത്തില് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ്? തമിഴ്നാട്ടിലേക്കാണ് ടെമ്പററി ബേസിസിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ അയാൾക്ക് എന്ത് ഉണ്ടാവാൻ പാടില്ല? ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ കാഷ്വൽ ടാക്സബിൾ പേഴ്സണെ എങ്ങനെ വിളിക്കാം? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാല് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആൾ തന്നെയാണ്. എങ്ങനെ? ഒരു ടെമ്പററി ബേസിസിൽ. ഓക്കെ, പക്ഷെ എങ്ങനെയായിരിക്കണം അത് ബിസിനസിന്റെ ഭാഗമായിട്ട് വേണം ചെയ്യാനായിട്ട്. ബിസിനസിന്റെ, അല്ലാതെ ചുമ്മാ പേഴ്സണൽ പർപ്പസിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കില്ല. ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്താൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബിസിനസിന്റെ ഭാഗമായിട്ട് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നു. അത് പ്രിൻസിപ്പൾ ആയിട്ടോ ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കാം, വേറെ ഏതെങ്കിലും ആൾക്കാരും ആയിരിക്കാം. പക്ഷേ പോകുന്ന സ്ഥലം, അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ ഈ പറയുന്ന ആൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവാൻ പാടില്ല. അയാളുടെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ബ്രാഞ്ച് ഉണ്ടാവാൻ പാടില്ല. അതാണ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. എങ്ങനെ? സോമു എന്ന് പറയുന്ന ഒരാൾക്ക് എന്താണ്? കേരളത്തിൽ അയാൾ രജിസ്റ്റർ ചെയ്താണ്, കൊച്ചിയിൽ രജിസ്ട്രേഷൻ എടുത്താണ്, GST രജിസ്ട്രേഷൻ എടുത്താണ്. അയാളുടെ ബിസിനസ് ഒക്കെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ IPL ഒക്കെ കാണാറുള്ളത് അല്ലെ? IPL ഒക്കെ കാണാറുണ്ടോ നിങ്ങൾ? ഹലോ,
IPL കാണാറുണ്ടോ നിങ്ങള്? കാണത്തില്ലേ? കാണും. എല്ലാരും ഏതാണ് അവരുടെ ഫേവറേറ്റ് ടീം? അഞ്ജനയ്ക്ക് CSK ആണ്, അശ്വിന് പഞ്ചാബ് ഒക്കെയാണ് ഇഷ്ടം അല്ലേ? ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ? ഞാനിപ്പോ ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് മുംബൈ ചെന്നൈ ആണ് അല്ലെ? IPL എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയുന്ന മുംബൈ ആൻഡ് ചെന്നൈ ആണ്. ഓക്കെ. അപ്പൊ സോമുവിന് എന്താണ്? സോമു കേരളത്തിൽ രജിസ്റ്റേർഡ് ചെയ്ത ഒരാളാണ്, കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്ത ഒരാളാണ്. അപ്പം സോമു എന്ത് ചെയ്യാൻ പോവാണ്? സോമു ഇത് IPL മത്സരം വാങ്കഡെ സ്റ്റേഡിയം, മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ IPL മത്സരം നടക്കാൻ പോവാണ്. മുംബൈ ചെന്നൈ മത്സരം നടക്കാനായിട്ട് പോവാണ്. അപ്പൊ സോമു എന്ത് ചെയ്തു? സോമു അവിടെ ഒരു ബിസിനസ് കണ്ടു. എന്താണത്? കാരണം ഇയാള് ടെക്സ്റ്റൈൽ ബിസിനസ് ഉള്ള ആളാണ്, അപ്പൊ ഇയാൾക്ക് തുണിത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ മാച്ച് ഒക്കെ നേരത്തെ തന്നെ ഫിക്സ് ആക്കുമല്ലോ, ഇന്ന സ്ഥലത്തായിരിക്കും. അപ്പൊ സോമു അതിൽ ബിസിനസ് കണ്ടിട്ട് എന്ത് ചെയ്തു? മുംബൈയിൽ പോയിട്ട് ഒരു ഈ ടെക്സ്റ്റൈലിന്റെ ജേഴ്സി അല്ലെ, CSKയുടെയും മുംബൈയുടെയും ജേഴ്സി അവിടെ വിൽക്കാമെന്ന് തീരുമാനിച്ചു. കാരണം അതിൽ ബിസിനസ് കണ്ടു. ഒരുപാട് ആൾക്കാർ കളി കാണാനായിട്ട് വരും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതൊരു ബിസിനസ് ആണ് അല്ലെ? അപ്പൊ സോമു എന്ത് ചെയ്തു? സോമു വിചാരിച്ചു മുംബൈയിൽ പോയിട്ട് ഈ CSK വേഴ്സസ് മുംബൈ മാച്ച് നടക്കുന്നിടത്ത് എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റൈൽ ബിസിനസ് നടത്താമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഇയാൾ എന്താണ്? ഈ IPL മത്സരം എന്ന് പറഞ്ഞാൽ മുംബൈയിൽ ചിലപ്പം ആകെ 7 മത്സരം മാത്രമേ വരുള്ളൂ. അപ്പൊ അയാൾക്ക് കുറച്ച് കാലാവധിക്ക് മാത്രമാണ് അവിടെ വേണ്ടത്. ബിസിനസ് നടത്തുന്നത് കുറച്ച് കാലാവധിക്ക് മാത്രമാണ്. അപ്പൊ നോർമൽ രജിസ്ട്രേഷൻ പ്രോസസ് ആണെങ്കിൽ, GSTയുടെ രജിസ്ട്രേഷൻ പ്രോസസ് ആണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? ഇയാള് മുംബൈയിൽ പോയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. കാരണം ഇയാൾ കൊച്ചിയിൽ മാത്രം രജിസ്റ്റേർഡ് ആയിട്ട് ഒരാളാണ്. അപ്പൊ കൊച്ചിയിൽ മാത്രം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മുംബൈയിൽ പോയിട്ട് അയാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? കാരണം ഇത് മുംബൈയിൽ തന്നെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് അതെന്താണ്? ഇൻട്രാ സ്റ്റേറ്റ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മുംബൈയിൽ പോയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം അല്ലെ? മുംബൈയിൽ പോയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പം രജിസ്ട്രേഷന്റെ പ്രോസസ്സ് വളരെ ഇച്ചിരി ലെങ്തി ആണ് അല്ലെ? ആദ്യം നമ്മൾ സൈറ്റിൽ കയറണം, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം, പിന്നെന്താണ് അവിടെ നിന്ന് കൺഫർമേഷൻ വരും. അങ്ങനെ ഒരു ലെങ്തി പ്രോസസ് ആണ്. പിന്നെ അത് മാത്രമല്ല, ബിസിനസ് നടന്നാലും എന്ത് ചെയ്യണം? ബിസിനസ് നടന്നു കഴിഞ്ഞാലും നമ്മൾ ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം. കാരണം സോമുവിന് നിരന്തരമായിട്ട് മുംബൈയിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഈ IPL മത്സരം നടക്കുമ്പോൾ മാത്രം അയാൾ ജേഴ്സി വെക്കാൻ വേണ്ടി അവിടെ പോയതാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ രജിസ്ട്രേഷൻ എടുത്താലും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പിന്നെയും അത് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പിന്നെയും പ്രോസസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിന് പകരം ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്നു. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു ടെമ്പററി രജിസ്ട്രേഷൻ തരും. 90 ഡേയ്സിന്റെ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ തരും. ഓക്കെ. അപ്പൊ സോമു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുക. അപ്പൊ 90 ഡേയ്സിന്റെ വാലിഡിറ്റി, 90 ഡേയ്സിലേക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ വാലിഡ് ആയിരിക്കും. അപ്പൊ ആ ടൈമിലേക്ക് അയാൾ ബിസിനസ് നടത്താൻ പോവാണ് അല്ലെ? IPL ജേഴ്സി വെക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം അതിന്റെ ഒരു എസ്റ്റിമേഷൻ എടുക്കുക, ഇത്ര ടേൺ ഓവർ ഉണ്ടാവും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ എടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്ത് ടാക്സ് കണ്ടുപിടിച്ച് അഡ്വാൻസ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. ഓക്കെ. അത് ഇച്ചിരി ലെങ്തി പ്രോസസ് ആണ്. നമുക്കിവിടെ അറിയാനുള്ളത് ഇയാളുടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആകുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ സോമുവിന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൊച്ചി, കേരളയിലാണ്. അപ്പൊ അയാൾ മുംബൈ എന്ത് ചെയ്യുന്നു? മുംബൈയിൽ CSK വേഴ്സസ് MI എന്ത് ചെയ്യാൻ നടക്കുന്നു? IPL മാച്ച് നടക്കുന്നു. അപ്പൊ അയാൾ അവിടെ പോയി ബിസിനസ് ചെയ്യുകയാണ് അല്ലെ? നമ്മൾ പറഞ്ഞു എ പേഴ്സൺ ഹു ഒക്കേഷണലി ടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആണ് പറഞ്ഞത് അല്ലെ? അപ്പൊ സോമുവിന് മുംബൈയിൽ പോയിട്ട് സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യാനല്ല, ഈ IPL മത്സരത്തിലേക്ക് വേണ്ടി മാത്രം ജേഴ്സി സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ സോമു പോയത് എന്താണ്? സോമുവിന്റെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അല്ലെ? അപ്പൊ ഇൻ കോഴ്സ് ഓർ ഫർദർനെസ് ഓഫ് ബിസിനസ്സും സാറ്റിസ്ഫൈ ആയി അല്ലെ? ഇനി വെദർ ആസ് എ പ്രിൻസിപ്പൽ ഏജന്റ് ഓർ കപ്പാസിറ്റി, സോമു തന്നെയാണ് പോയത്. അപ്പം ഏജന്റിന്റെ കാര്യമൊന്നും അവിടെ വരുന്നില്ല. പിന്നെന്താ പറയുന്നത്? ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി വേറെ ഹി ഹാസ് നോ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്. സോമുവിന് മുംബൈയിൽ വേറെ ബിസിനസ് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇല്ല. ഈ എക്സാമ്പിൾ വന്നാൽ സോമുവിന് വേറെ മുംബൈയിൽ ബിസിനസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? സോമുവിനെ നമുക്ക് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കാം. അതെ, അഞ്ജന പറയുന്നുണ്ട് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തെന്ന് വിളിക്കാം? സോമുവിനെ നമുക്ക് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് വിളിക്കാം. ഇതാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സന്റെ ഒരു എക്സാമ്പിൾ. അപ്പം കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഹലോ, മനസ്സിലായി? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനേഷനിലേക്ക് കടക്കാം. അടുത്ത ഡെഫിനേഷൻ സെക്ഷൻ 2 സബ്സെഷൻ 6. എല്ലാം CGST ആക്ടിന്റെ ആണ് സെക്ഷൻസ് പറയുന്നത്. സെക്ഷൻ 2 സബ്സെഷൻ 6 അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് പറയുന്നത്.
അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താന്നുള്ളതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 6 പറയുന്നത്. എന്തൊക്കെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ അല്ലെ? അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എ ഹോൾ അല്ലെ, എല്ലാം കൂടെ എന്നുള്ളതാണ് അഗ്രിഗേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് അല്ലെ, സെയിൽസ് ആണ് ടേൺ ഓവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ആസ് എ ഹോൾ ടോട്ടൽ സെയിൽസ് എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? അതായത് എനിക്കിപ്പം കേരളത്തിൽ ബിസിനസ് ഉണ്ട്, തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, ബാംഗ്ലൂരിൽ ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കാൻ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 3 ബ്രാഞ്ചസിൽ നിന്നും അല്ലെ, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഉണ്ടായ ടോട്ടൽ ടേൺ ഓവർ വേണം നമ്മൾ എന്തെടുക്കണ്ടേ? അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത്. ഓക്കെ, കാരണം അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എ ഹോൾ എന്നാ. അപ്പൊ എനിക്ക് എത്ര ബിസിനസ് ഉണ്ടോ അത്രയും ബിസിനസിന്റെയും കൂടെ ടോട്ടൽ ടേൺ ഓവർ ആണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് എന്തൊക്കെ വരും? കുറച്ച് കാര്യങ്ങൾ വരും, കുറച്ച് കാര്യങ്ങൾ വരില്ല. അപ്പൊ എന്തൊക്കെ വരും? അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് ടാക്സബിൾ സപ്ലൈ വരും. ടാക്സബിൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ GST കൗൺസിൽ ചേർന്നിട്ട് കുറച്ച് ഐറ്റംസിനെ, കുറച്ച് ഗുഡ്സിനെയും കുറച്ച് സർവീസിനെയും ടാക്സബിൾ ആയിട്ട് മാറ്റും. എന്നിട്ട് അതിന് റേറ്റ് അവർ തന്നെ ഫിക്സ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട് 0% ഉണ്ട്, 5%, 12 അല്ലെ, 28%, അങ്ങനെ പല റേറ്റ് ഉണ്ട്. അത് GST കൗൺസിൽ തന്നെയാണ് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഗുഡ്സ് ടാക്സബിൾ ആണെന്നുള്ളതും അവർ തന്നെയാണ് നിർണ്ണയിക്കുന്നത്. കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിനെ, എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസിനെ എക്സംപ്റ്റഡ് ആക്കും. അതും എന്ത് തന്നെയാണ്? GST കൗൺസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ കാണുമ്പോൾ, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ എല്ലാ ബിസിനസിന്റെയും കൂടെ ഉള്ള ടേൺ ഓവർ. അത് കാണുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ബിസിനസിന്റെയും കൂടെ ഉള്ള ടാക്സബിൾ സപ്ലൈ എടുക്കണം. അതായത് എല്ലാ ബിസിനസിന്റെയും കൂടെ ഉള്ള ടാക്സ് ചാർജ് ചെയ്യുന്ന ഗുഡ്സോ സർവീസോ ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ എടുക്കണം. പിന്നെ എന്ത് എടുക്കണം? എക്സംപ്റ്റഡ് സപ്ലൈ. ഞാൻ പറഞ്ഞു GST കൗൺസിൽ certain ഗുഡ്സോ സർവീസിനെ എക്സംപ്റ്റഡ് ആക്കും. അപ്പം എക്സംപ്റ്റഡ് ഗുഡ്സോ സർവീസിന്റെയും ടോട്ടൽ എടുക്കണം. പിന്നെന്താണ്? എക്സ്പോർട്ട് സപ്ലൈ. അതായത് എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേൺ ഓവറും നമ്മൾ എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ടേൺ ഓവർ കാണുമ്പോൾ എടുക്കണം. അപ്പൊ എന്തൊക്കെയായി? ടാക്സബിൾ സപ്ലൈ, എല്ലാ ബിസിനസിന്റെയും കൂടെ ഉള്ള ടാക്സബിൾ സപ്ലൈ എടുക്കണം. പിന്നെ എല്ലാ ബിസിനസിന്റെയും എക്സംപ്റ്റഡ്, കാരണം ഓരോ ബിസിനസ്സും ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എക്സംഷൻസ് അതിനകത്ത് ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ബിസിനസ്സിലും വന്നിരിക്കുന്ന എക്സംപ്റ്റഡ് സപ്ലൈ എടുക്കണം അല്ലെ. പിന്നെന്താണ്? എക്സ്പോർട്ട് സപ്ലൈ. എല്ലാ ബിസിനസ്സിൽ നിന്നും നമ്മൾ എക്സ്പോർട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് സപ്ലൈയും എടുക്കണം. പിന്നെന്താണ്? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കാണ് നടത്തുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈയും നടത്തണം. പിന്നെ ഇതൊക്കെ ആരുടെ ആയിരിക്കും? ഓഫ് പേഴ്സൺ ഹാവിംഗ് സെയിം പാൻ ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. അതായത് ഒരു പാൻ അക്കൗണ്ടിന്റെ ബേസിസ്. അതായത് എന്താണ്? നമ്മളത് ഡിസ്റ്റന്റ് പേഴ്സൺ എന്നുള്ളത് പഠിക്കും, GST പഠിക്കും. അതായത് എനിക്കിപ്പോ ഇവിടെയും ബ്രാഞ്ച് ഉണ്ട്, തമിഴ്നാട്ടിലും ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ്? ഒരു പാൻ അക്കൗണ്ടിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു പാൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടായിട്ട് തന്നെ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ നമുക്ക് പറയാം. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു പാൻ അക്കൗണ്ടിൽ, അതായത് പാൻ നമ്പർ എടുത്ത് ഒരാൾക്കൊരു പാൻ എടുത്തു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്ത് പാൻ കാർഡ് എടുത്തു. അപ്പൊ അയാൾ എന്ത് ചെയ്യുക? അയാളുടെ വേണം ടോട്ടൽ ടേൺ ഓവർ എടുക്കാനായിട്ട്. അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുമ്പോൾ അയാളുടെ തന്നെ എല്ലാ ബിസിനസിന്റെയും ടാക്സബിൾ എടുക്കണം, എക്സംപ്റ്റഡ് എടുക്കണം, എക്സ്പോർട്ട് സപ്ലൈ എടുക്കണം, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എടുക്കണം. ഓക്കെ, അത് ഓൺ ഓൾ ഇന്ത്യ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ബിസിനസ് ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും കൂടെ ടോട്ടൽ വേണം എടുക്കാൻ. അതാണ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ് എന്ന് പറയുന്നത്. ഇനി ഈ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ വരാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ടാക്സ് ഐറ്റംസ് ഒന്നും വരില്ല. കാരണം ടേൺ ഓവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ ടാക്സ് എലമെന്റ്സ് എടുക്കണ്ട. എന്തൊക്കെയാണ്? CGST, SGST, IGST, UGST. അതായത് ഇതെല്ലാം ടാക്സ് ആണ് അല്ലെ. നമ്മൾ കണ്ടായിരുന്നു, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, മറ്റേത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, മറ്റേത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, നാലാമത്തത് യൂണിയൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അല്ലെ, യൂണിയൻ ടെറിട്ടറിയിൽ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും, ഈ ടാക്സ് എലമെന്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട? ടേൺ ഓവർ കാണുമ്പോൾ, അഗ്രിഗേറ്റ് ടേൺ ഓവർ കാണുമ്പോൾ എടുക്കണ്ട, അത് എക്സ്ക്ലൂഡ് ചെയ്യുക. പിന്നെന്താണ്? ടാക്സ് പെയ്ഡ് ഓൺ RCM ബേസിസ്. RCM എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ റിവേഴ്സ് ചാർജിൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എടുക്കണ്ട. അതിന് റിവേഴ്സ് ചാർജ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം കാണണം. അത് നമ്മൾ ഈ ഡെഫിനേഷനിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ അതെന്താന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് RCM എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്നുള്ളത്. ആ റിവേഴ്സ് ചാർജ് എന്നുള്ളതിന്റെ ഡെഫിനേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും.
ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ ചോദിച്ചു കഴിഞ്ഞാൽ ടാക്സബിൾ, എക്സംപ്റ്റഡ്, എക്സ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് എല്ലാം എടുക്കുക. അതിനകത്ത് ടാക്സ് എലമെന്റ്സ് ഒന്നും എടുക്കണ്ട, അതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്നതായിരിക്കും നമുക്ക് എന്ത് അഗ്രിഗേറ്റ് ടേൺ ഓവർ ആയിട്ട് കിട്ടുന്നത്. അഗ്രിഗേറ്റ് മീൻസ് ആസ് എ ഹോൾ. ഓക്കെ, അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നുള്ള ഡെഫിനേഷൻ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനേഷനിലേക്ക് പോവാം. അടുത്ത ഡെഫിനേഷൻ എന്താണ്? അടുത്തത് രണ്ട് ഡെഫിനേഷൻ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അതായത് ഗുഡ്സ് എന്നുള്ളതും സർവീസ് എന്നുള്ള ഡെഫിനേഷൻ നമുക്ക് ഒന്നിച്ചങ്ങ് പഠിക്കാം. ഫസ്റ്റ് തിങ് എന്താണ്? ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷൻ നോക്കാം. ഗുഡ്സ് എന്താണ് നോക്കാം. എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി എന്താണ് എക്സ്ക്ലൂഡ്സ് മണി ആൻഡ് സെക്യൂരിറ്റി. അപ്പം എല്ലാ മൂവ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? ഗുഡ്സ് എന്ന് തന്നെ വിളിക്കാം, അല്ലെ? വെഹിക്കിളിന് മൂവ്മെന്റ് ഉണ്ട്, അല്ലെ? എല്ലാം മൂവ് ചെയ്യുന്ന എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. ഗുഡ്സ് അല്ല, നോട്ട്സ് സെൻഡ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്, സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഡെഫിനേഷൻ? ഗുഡ്സ് ആണ് നോക്കേണ്ടത്. ഗുഡ്സിന്റെ എന്താണ്? എല്ലാ മൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടിയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗുഡ്സ് ആൻഡ് സർവീസ്, അല്ലെ? ഗുഡ്സ് എന്ന് വിളിക്കാം, അല്ലെ? പക്ഷേ മണി ആൻഡ് സെക്യൂരിറ്റി നമുക്ക് എന്താണ്? മൂവ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്, അല്ലെ? ക്യാഷ് നമുക്ക് എന്ത് ചെയ്യാം? കയ്യിൽ കൊണ്ടുപോവാം, മൂവ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യരുത്? അത് ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ മണി ആൻഡ് സെക്യൂരിറ്റി എന്ത് ചെയ്യാൻ പാടില്ല? ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷനകത്ത് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ മൂവ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടി എടുക്കണം, പക്ഷെ മണി ആൻഡ് സെക്യൂരിറ്റി എടുക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഫസ്റ്റ് വൺ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് വരിക? ആക്ഷനബിൾ ക്ലെയിം, അല്ലെ? ഫസ്റ്റ് വൺ ആക്ഷനബിൾ ക്ലെയിം ആണ് വരിക. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ്? നമ്മൾ പ്രവൃത്തി ചെയ്യാതെ തന്നെ നമുക്ക് ഫണ്ട് കിട്ടുക, അല്ലെ? നമ്മൾ പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോട്ടറി അടിക്കുക, അല്ലെ? ലോട്ടറി അടിക്കുന്ന ഒരു ലക്കിന്റെ ബേസിസ് ആണ്. അപ്പൊ അതെന്താണ്? അതൊരു ആക്ഷനബിൾ ക്ലെയിം ആണ്, അല്ലെ? ബെറ്റിംഗ് ചെയ്ത് കിട്ടുന്ന ഫണ്ട്, അല്ലെ? അതും എന്താണ്? ആക്ഷനബിൾ ക്ലെയിം ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെന്ന് എടുക്കുക? ഗുഡ്സ് ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിംഗ് പാർട്ട് ഓഫ് ലാൻഡ് വിച്ച് ആർ അഗ്രീഡ് ടു ബി സെർവ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. ഡെഫിനേഷൻ ഇച്ചിരി ലെങ്തിയാണ്, അത് പേടിക്കൊന്നും വേണ്ട, വേറെ നിസ്സാരമായ കാര്യം. എന്താ പറയുന്നത്? ഗ്രോയിങ് ക്രോപ്സ്, അതായത് നമ്മൾ വളർത്തുന്ന വീട്ടിൽ ഇപ്പൊ ചെടികളൊക്കെ നമ്മൾ പൂച്ചട്ടിയിലൊക്കെ ചെടിയൊക്കെ വെച്ച് വളർത്തും, അല്ലെ? അതെന്താണ്? അതിപ്പം നമ്മള് ഇപ്പം ലോക്ക്ഡൌൺ കാലമായതുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ വീട്ടിൽ തന്നെ ചെയ്യും, അല്ലെ? അപ്പൊ അതെന്താണ്? അതൊരു ക്രോപ്പാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ക്രോപ്പ് നമ്മൾ ഗ്രോ ചെയ്താലും അതിനെ എന്തെന്ന് വിളിക്കുക? ഗുഡ്സ് എന്ന് തന്നെ വിളിക്കുക. പിന്നെ ഗ്രാസ് ആൻഡ് തിങ് അറ്റാച്ച്ഡ് ടു ലാൻഡ്, അതായത് ഭൂമിയിൽ അറ്റാച്ച് ചെയ്ത എന്ത് സാധനങ്ങളെയും നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? ഗുഡ്സ് എന്ന് തന്നെ വിളിക്കാം, അല്ലെ? ഇപ്പം പാഡി കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് ലാൻഡിൽ തന്നെ അറ്റാച്ച് ചെയ്താണ്, അല്ലെ? അങ്ങനെ വളർത്തുന്ന ക്രോപ്പാണ്. അപ്പൊ അതിനെ എന്തെന്ന് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ലാൻഡ് വിച്ച് ആർ അഗ്രീഡ് ടു ബി സെർവ് ബിഫോർ സപ്ലൈ. അതായത് സപ്ലൈ നടക്കുന്നതിന് മുന്നേ തന്നെ നമുക്കത് സെർവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്താണ്? അതിനെയും ഗുഡ്സ് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അതായത് അഡ്വാൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കത് സെർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഗുഡ്സ് എന്ന് തന്നെ വിളിക്കാം. അപ്പൊ മേജർ ആയിട്ട് എന്തൊക്കെയാ വരിക? മൂവ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് ഗുഡ്സ് എന്ന് തന്നെ വിളിക്കാം. പക്ഷെ അതിനകത്ത് മണിയും സെക്യൂരിറ്റിയും വരില്ല. കാരണം മണിയും സെക്യൂരിറ്റിയും ഗുഡ്സ് മൂവ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്, പക്ഷെ അതിനകത്ത് എന്ത് വരില്ല? അത് ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷനകത്ത് വരില്ല. പിന്നെന്തൊക്കെ വരും? ആക്ഷനബിൾ ക്ലെയിമും വരും. പിന്നെ ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ലാൻഡ്, ലാൻഡിൽ അറ്റാച്ച് ചെയ്ത എന്ത് കാര്യത്തെയും അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കും? ഗുഡ്സ് ആയിട്ട് തന്നെ അതിനെ കൺസിഡർ ചെയ്യും. ഇനി അടുത്ത ഡെഫിനേഷൻ എന്താണ്? സർവീസ്. ഗുഡ്സ് വന്നാൽ പിന്നെ എന്ത് കാണണം? സർവീസും കൂടെ കാണണം, അല്ലെ? സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. അപ്പൊ ഈസി ആയില്ലേ? ഗുഡ്സ് അല്ലാതെ വേറെ എന്തെടുത്താലും അതിനെ സർവീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഗുഡ്സ് അല്ലാതെ വേറെ എന്തെടുത്താലും നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? സർവീസ് എന്ന് വിളിക്കും. പക്ഷെ എന്ത് വരില്ല? അതിനകത്തും മണി ആൻഡ് സെക്യൂരിറ്റി വരില്ല. ഓക്കെ, അപ്പൊ മണി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഗുഡ്സ് എന്നുള്ള ഡെഫിനേഷനകത്തും വരില്ല, സർവീസ് എന്നുള്ള ഡെഫിനേഷനകത്തും വരില്ല. അപ്പൊ സർവീസിന്റെ ഡെഫിനേഷൻ പഠിക്കാൻ ഈസിയാ. എങ്ങനെയാ? എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്. ഗുഡ്സ് അല്ലാത്ത എന്തിനേയും നമുക്ക് സർവീസ് എന്ന് വിളിക്കാം. പക്ഷെ എന്തും കൂടെ വരും? മണി ആൻഡ് സെക്യൂരിറ്റി വരില്ല. അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ വരും. എന്തൊക്കെയാണ്? ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി. മണി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വരും, അത് സർവീസിനകത്ത് വരും. ആരാണ് മണി യൂസ് ചെയ്യുന്ന? ആരാണ്? ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ്, അല്ലെ? അവരെന്താണ്? അവരാണ് മണി യൂസ് ചെയ്യുന്നവർ, അല്ലെ? അപ്പൊ അതെന്താണ്? അപ്പൊ അവര് നൽകുന്നത് ബാങ്കിങ് ഫിനാൻഷ്യൽ അവര് നൽകുന്ന എന്താണ്? അത് സർവീസ് ആയിട്ട് കണക്കാക്കാം, അല്ലെ? കാരണം അവരെന്താ ചെയ്യുന്നത്? യൂസ് ഓഫ് മണിയാണ് ചെയ്യുന്നത്, അല്ലെ? യൂസ് ഓഫ് മണിയാണ് ചെയ്യുന്നത്. അപ്പൊ ബാങ്കിങ് ഫിനാൻഷ്യൽ ആൾക്കാര് അവർ നൽകുന്ന എന്തെന്ന് വിളിക്കാം?
സർവീസ് എന്ന് വിളിക്കാം. ഇനി അടുത്ത എന്താ? കൺവേർഷൻ ഓഫ് മണി ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ് ഓർ ഫ്രം വൺ മോഡ് ടു അനദർ. വേറൊന്നുമല്ല, അതായത് നമ്മൾ വിദേശത്തു നിന്ന് ഇപ്പൊ ഡോളേഴ്സ്, അമേരിക്കയിൽ നിന്ന് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമേരിക്കൻ ഡോളേഴ്സിലായിരിക്കും നമ്മളത് പേയ്മെന്റ് കൊടുക്കേണ്ടത് അല്ലേ? പക്ഷെ നമുക്ക് എന്താണ്, അത് നമ്മൾ ഇന്ത്യൻ റുപ്പീസിലായിരിക്കും നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്നത് അല്ലെ? ഈ എക്സ്ചേഞ്ച് സർവീസ് ഒക്കെ നടത്തുന്നവരുണ്ടായിരിക്കും അല്ലെ? ഫോറിൻ എക്സ്ചേഞ്ച് കൺവേർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഇന്ത്യൻ റുപ്പീസ് ആ ഫോറിൻ കൺവേർട്ടേഴ്സിന് കൊടുക്കുക, അവരത് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? അമേരിക്കൻ ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് പേയ്മെന്റ് കൊടുക്കുന്നു അല്ലെ? അപ്പൊ ആ ഫോറിൻ എക്സ്ചേഞ്ച് കൺവേർട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു ഫോം ഓഫ് ക്യാഷിന്റെ അല്ലെങ്കിൽ മണിയുടെ ഒരു ഫോമിൽ നിന്ന് അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്താണ്? അങ്ങനെ ചെയ്യുന്നത് സർവീസ് ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് തിങ് പറയുന്നത്. എന്താണ്? കൺവേർഷൻ ഓഫ് മണി ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ ഫോം ഓർ ഫ്രം വൺ ഫോം ടു അനദർ, അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ, വൺ ഡിനോമിനേഷൻ ടു അനദർ. എന്ത് ചെയ്തു? ഇവിടുന്ന് ഇന്ത്യൻ റുപ്പീസ് കൊടുത്തു, അവരത് കൺവേർട്ട് ചെയ്ത് ഡോളേഴ്സ് ആക്കി. അപ്പൊ അവർ ചെയ്യുന്ന സർവീസ്, ആ ഫിനാൻഷ്യൽ എന്താണ് കറൻസി കൺവേർട്ടേഴ്സ് ചെയ്യുന്നത് എന്താണ്? സർവീസ് ആയിട്ട് കണക്കാക്കാം. ഇനി വേറെന്താ? വേറെ വരിക ഈ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചാർജ്. അടുത്ത പറയുന്നതാ എന്താണ്? ടു വിച്ച് എ സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്. അതായത് ബാങ്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? നമുക്ക് ലോൺ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ? അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു എന്താണ്? യൂസ് ഓഫ് മണിയുടെ ഡെഫിനേഷനകത്ത് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു. അപ്പൊ അവർ നൽകുന്നത് സർവീസ് ആണ്. ഇനി നമ്മൾ പ്യുവർലി മണി ആൻഡ് സെക്യൂരിറ്റി സർവീസ് അല്ല എന്നും പറഞ്ഞു. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? ലോൺസ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ലോൺസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതിനകത്തൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും അല്ലെ? ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിനെ എന്തെന്ന് വിളിക്കാം? സർവീസ് എന്ന് വിളിക്കാം. അതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കൺവേർഷൻ ഓഫ് മണി ബൈ ക്യാഷ് ഓർ ബൈ എനി അതർ മോഡ് ഓർ ഫ്രം വൺ മോഡ് ടു അനദർ മോഡ് ഓർ ഫ്രം വൺ ഡിനോമിനേഷൻ ടു അനദർ ഇൻ വിച്ച് എ സെപ്പറേറ്റ് കൺസിഡറേഷൻ ഈസ് ചാർജ്. അപ്പൊ ഇത് ചെയ്യുന്നതിന് സെപ്പറേറ്റ് കൺസിഡറേഷൻ വാങ്ങുന്നു. ഇപ്പൊ ബാങ്ക് ലോൺ കൊടുക്കുന്നു, അതൊരു സർവീസ് ആണ്. ആ ലോൺ കൊടുക്കുന്ന സർവീസിന് അവർ ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്താൽ അതിനെ എന്തെന്ന് വിളിക്കാം? സർവീസ് തന്നെ വിളിക്കാം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളില് ഒരു ഫോറിൻ കൺവേർട്ടേഴ്സ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഇന്ത്യൻ റുപ്പീസിന് ഫോറിൻ ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ആ കൺവേർട്ട് ചെയ്യുന്നതിന് അവരെന്ത് ചെയ്യുന്നു? അവരൊരു ചാർജ് ചെയ്യും അല്ലെ? അവരൊരു പർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ചെയ്യും. അതിനെ എന്തെന്ന് തന്നെ വിളിക്കാം? അതിനെയും കൺസിഡറേഷൻ അല്ലെ സർവീസ് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പൊ അവര് ചാർജ് ചെയ്യുന്ന കൺസിഡറേഷൻ എന്തെന്ന് തന്നെ വിളിക്കാം? സർവീസ് തന്നെ വിളിക്കാം. അപ്പൊ സിമ്പിളി എന്ത് പറയാം? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനെയും ഗുഡ്സ് എന്ന് വിളിക്കാം. ഇനി സർവീസ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ ഗുഡ്സിനെ നമുക്ക് സർവീസ് എന്ന് വിളിക്കാം. പക്ഷെ ഇതിനകത്തൊന്നും എന്ത് വരില്ല? മണി ആൻഡ് സെക്യൂരിറ്റി വരില്ല. ഗുഡ്സിനകത്ത് എന്ത് വരും? ആക്ഷനബിൾ ക്ലെയിമും വരും. തിങ്സ് അറ്റാച്ച്ഡ് ടു ലാൻഡ് അല്ലെങ്കിൽ ഗ്രോയിങ് ക്രോപ്സിനെ എല്ലാം നമ്മൾ ഗുഡ്സ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി സർവീസിനകത്താണെങ്കിൽ യൂസ് ഓഫ് മണി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെ സർവീസ് എന്നാണ് വിളിക്കുക. പിന്നെ ഒരു ഫോമിൽ നിന്ന് അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനൊരു സെപ്പറേറ്റ് കൺസിഡറേഷൻ വാങ്ങുകയാണെങ്കിൽ അതിനെയും സർവീസ് എന്ന് തന്നെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡെഫിനിഷൻ മനസ്സിലായോ? ഹലോ, ഗോപികയ്ക്ക് മാത്രമേ മനസ്സിലായുള്ളൂ? ബാക്കിയുള്ളവര്? എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പം അതാണ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡെഫിനേഷൻ. ഇനി അടുത്തത് എന്താണ്? അടുത്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അത് ഡെഫിനേഷൻ ആയിട്ട് പറയുന്നില്ല. നമുക്ക് ആ റിവേഴ്സ് ചാർജ് മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് കാണാം. കാരണം നമ്മൾ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ പറഞ്ഞായിരുന്നു അല്ലെ? എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ടാക്സ് പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ അത് എടുക്കാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ആ ടേബിൾ ഒക്കെ പഠിച്ചായിരുന്നല്ലേ? എങ്ങനെയാ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതിന്റെ ടേബിൾ പഠിച്ചു അല്ലെ? അതിനകത്ത് ആരായിരുന്നു ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്തുകൊണ്ടിരുന്നത്? അതിനകത്ത് ആരായിരുന്നു ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്തുകൊണ്ടിരുന്നത്? കമന്റ് ചെയ്യാമോ? സപ്ലയർ. അതെ, സപ്ലയർ ആയിരുന്നു അല്ലെ? ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആളായിരുന്നു എന്ത് ചെയ്യുന്നത്? ടാക്സ് പേ ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു? കണ്ടോ, സപ്ലയർ എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആരാണോ കൺസ്യൂം ചെയ്യുന്നത് അയാളുടെ കയ്യിൽ നിന്ന് GST വാങ്ങിച്ചിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടത് അല്ലെ? പക്ഷെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുമ്പോൾ ഇത് നേരെ തിരിയും. എങ്ങനെയാണ്? പേയ്മെന്റ് എങ്ങനെ തന്നെയായിരിക്കും? റിസീവർ തന്നെയായിരിക്കും സപ്ലയർക്ക് കൊടുക്കുന്നത്. ഓക്കെ, റിസീവർ തന്നെയായിരിക്കും പേയ്മെന്റ് സപ്ലയർക്ക് കൊടുക്കുന്നത്. പക്ഷേ GST ഇല്ലാതെ അതിനകത്ത് ടാക്സ് എലമെന്റ് വരില്ല. ആക്ച്വൽ എത്രയാണോ സപ്ലയർക്ക് പോകേണ്ട എമൗണ്ട് അത് മാത്രമേ വരുള്ളൂ.
സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കുമോ അത് മാത്രമായിരിക്കും റിസീവർ സപ്ലയർക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക. അതിനകത്ത് GST പേ ചെയ്യത്തില്ല. GST ആര് പേ ചെയ്യും? റിസീവർ തന്നെ ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. ഓക്കെ, അപ്പൊ നോർമൽ മെക്കാനിസം ആണെങ്കിൽ സപ്ലയർ ആയിരിക്കും ഗവൺമെന്റിലേക്ക് ടാക്സ് റിസീവറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് പേ ചെയ്യുക. പക്ഷേ എന്തായിരിക്കും റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുമ്പോൾ, അതെ റെസിപ്പിയന്റ് എന്നൊക്കെ പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. എങ്ങനെയാണ്? അപ്പം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുമ്പോൾ റിസീവർ തന്നെ എന്ത് ചെയ്യും? ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു? ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് അത് അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ എടുക്കാത്തത് എന്നല്ലേ. നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എങ്ങനെയാണ് കാണേണ്ടത്? അഗ്രിഗേറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് അയാൾ സപ്ലയർ ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ ചെയ്യുമ്പോഴാണ് ടേൺ ഓവർ വരിക അല്ലെ. സെയിൽ ചെയ്യുന്ന ആരാണ്? സപ്ലയർ ആയിരിക്കും എന്താണ് സെയിൽ ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ടാക്സ് പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? ബ്രേക്ക് ആവുന്നുണ്ടോ? ഹലോ, ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ എന്താണ് അത് എടുക്കാത്തതെന്നല്ലേ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ്. അപ്പൊ സെയിൽ ചെയ്യുന്നത് ആരായിരിക്കും? സപ്ലയർ ആയിരിക്കും സെയിൽ ചെയ്യുന്നത്. ഇനി ടാക്സ് പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? അത് റിസീവർ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ലെങ്കിൽ റിസീവർ ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്തിരിക്കുക അല്ലെ. അപ്പൊ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഒന്നുകൂടെ പേ എടുക്കാം, അപ്പൊ മനസ്സിലാവും. ഇവിടെ കണ്ടോ? ടാക്സ് പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിൽ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് വരിക സപ്ലയർക്കായിരിക്കും. അപ്പം ഇവിടെ ടാക്സ് പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? ആ സപ്ലയർ റിസീവറുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ റിസീവർ ആയിരിക്കുമ്പോൾ പേ ചെയ്തതായിരിക്കണം അല്ലെ. അങ്ങനെ വരുമ്പോഴല്ലേ RCM മെക്കാനിസം വരുള്ളൂ, അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുള്ളൂ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസ് കാണുന്നത്? സപ്ലയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്, അല്ലെങ്കിൽ സപ്ലയറുടെ ആണ് ടേൺ ഓവർ കാണുന്നത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ കാണുന്നത്. അതിനകത്ത് നമ്മൾ എന്തെടുക്കില്ല? ടാക്സ് പെയ്ഡ് ഓൺ RCM ബേസിസ് എന്നുള്ളത് എടുക്കില്ല. അതെന്തുകൊണ്ടാണ് എടുക്കാത്തേ? കാരണം RCM മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യുന്നത് റിസീവർ ആണ് അല്ലെ. റിസീവർ ആണ് ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. അപ്പം ഒരാളുടെ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു സപ്ലയറുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് കാണുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ടാക്സ് പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ് എടുക്കില്ല. അതിനർത്ഥം എ എന്ന് പറയുന്ന ആള് റിസീവർ ആയിരിക്കുമ്പോൾ പേ ചെയ്തതാണ് ടാക്സ്. റിസീവർ ആയിരിക്കുമ്പോൾ ഡയറക്ട്ലി ഗവൺമെന്റിലേക്ക് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ടാക്സ് എന്ത് ചെയ്യില്ല? അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് എടുക്കില്ല. കാരണം അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് സപ്ലയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണുന്നതാണ് അല്ലെ. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ RCM എന്ന് പറഞ്ഞാൽ എന്താണ്? റിസീവർ ആണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഒന്നുകൂടെ പറഞ്ഞാൽ എ എന്ന് പറയുന്ന സപ്ലയറുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആ കാണുന്നതെങ്കിൽ അതിനകത്ത് ടാക്സ് പെയ്ഡ് ഓൺ RCM എടുക്കണ്ട. കാരണം അയാള് എ എന്ന് പറയുന്ന ആള് റിസീവർ ആയിരിക്കുമ്പോൾ പേ ചെയ്തതായിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? അത് അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് എടുക്കണ്ട. ഓക്കെ, മനസ്സിലായോ എന്തുകൊണ്ടാണ് ടാക്സ് പെയ്ഡ് ഓൺ RCM എടുക്കാത്തതെന്ന്? മനസ്സിലായോ? ഹലോ, എന്തുകൊണ്ടാണ് അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് ടാക്സ് പെയ്ഡ് ഓൺ RCM എടുക്കാത്തത് എന്ന് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനേഷനിലേക്ക് പോവാം. കാരണം RCM മെക്കാനിസം ആണ് ഇപ്പൊ കണ്ടത്. ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് ഇവിടെ എന്താണ് നമ്മളിവിടെ പറഞ്ഞു? ടാക്സ് പെയ്ഡ് ഓൺ RCM ബേസിസ് നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു അല്ലെ. എന്താണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് ടാക്സ് പേ ചെയ്യുന്നില്ലെങ്കിൽ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഞ്ജന പറയൂ, RCM മെക്കാനിസത്തിൽ ആരായിരിക്കും ടാക്സ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുക? RCM മെക്കാനിസത്തിൽ റെസീപ്റ്റ് അല്ല, റെസിപ്പിയന്റ് അല്ലെ. റിസീവർ അല്ലെങ്കിൽ റെസിപ്പിയന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. ഇനി അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് ആണ് അല്ലെ. അപ്പൊ സെയിൽ ചെയ്യുന്ന ആരാണ്? സപ്ലയർ ആയിരിക്കും സെയിൽ ചെയ്യുക അല്ലെ. സപ്ലയർ അല്ലേ സെയിൽ ചെയ്യാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്യുന്നു? അയാൾ ഒരു സപ്ലയർ ആണ്. അയാളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ,
അപ്പൊ നമ്മൾ പറഞ്ഞു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സെയിലാണ്, സെയില് വരുന്നത് സപ്ലയർക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ അഗ്രിഗേറ്റഡ് ടേൺ ഓവർ കാണാൻ പോവാ. അഗ്രിഗേറ്റഡ് ടേൺ ഓവറിനകത്ത് ടാക്സ് പെയ്ഡ് ഓൺ RCM എടുക്കില്ല. അതിനർത്ഥം എന്തായിരിക്കും? ഈ എ ലിമിറ്റഡ് റിസീവർ ആയിരിക്കുമ്പോൾ പേ ചെയ്ത ടാക്സ് ആണ്. കാരണം അയാൾ റിസീവർ ആയിരിക്കുമ്പോഴല്ലേ RCM പേ ചെയ്യാൻ പറ്റുള്ളൂ. സപ്ലയർ ആയിരിക്കുമ്പോൾ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? നോർമൽ മെക്കാനിസം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. അപ്പം ഈ എ ലിമിറ്റഡ് റിസീവർ ആയിരിക്കുമ്പോൾ പേ ചെയ്ത് കാണും ടാക്സ്. അപ്പോഴാണ് RCM മെക്കാനിസം വരിക. ഓക്കെ. അപ്പൊ അത് നമ്മൾ എന്തെടുക്കണ്ട? അത് നമ്മൾ അഗ്രിഗേറ്റഡ് ടേൺ ഓവറിൽ എടുക്കണ്ട. ഓക്കെ, അഞ്ജനയ്ക്ക് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഡെഫിനേഷനിലേക്ക് പോവാം. അടുത്ത ഡെഫിനേഷൻ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സും കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസും രണ്ടും കൂടെ ഒന്നിച്ച് പഠിക്കാം. എന്താ അത്? ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 32 എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ പറ്റി പറയുന്നത്. ഓക്കെ. എന്താണ്? നമുക്ക് ആ ഫ്ലോ ചാർട്ട് വെച്ച് പോവാം. അങ്ങനെയാണ് സപ്ലയർ supplying goods or services continuously or on a recurrent basis under a contract can be through wire, cable, pipeline, periodically invoices to the recipient. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. എന്താണ്? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും സപ്ലയർ സപ്ലൈ ചെയ്യുന്ന എന്തായിരിക്കും? ഗുഡ്സ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഗുഡ്സിനകത്ത് എന്താണ്? കണ്ടിന്യൂസ് സപ്ലൈ ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ സപ്ലയർ എന്തായിരിക്കും? ഗുഡ്സ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അതെങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ്ലി ഓർ ഓൺ എ റീകറന്റ് ബേസിസ്. ഓക്കെ, അതായത് കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്യണം. കണ്ടിന്യൂസ്ലി ഓർ ഓൺ എ റീകറന്റ് ബേസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പീരിയോഡിക്കലി, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ഈ പേപ്പറൊക്കെ അല്ലെ ഡെയിലി വരുത്തുന്ന അത് കണ്ടിന്യൂസ്ലി ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ കണ്ടിന്യൂസ്ലി ഓർ ഓൺ എ റീകറന്റ് ബേസിസ് അല്ലെങ്കിൽ പീരിയോഡിക്കലി ചെയ്യുന്നതാകാം, ആഴ്ചയിൽ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ. ഓർ ഓൺ എ പീരിയോഡിക്കൽ ബേസിസ് അണ്ടർ എ കോൺട്രാക്ട്. അണ്ടർ എ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലയറും റിസീവറും എന്ത് ചെയ്യണം? ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ട് ആ കോൺട്രാക്ട് പറയുന്നത് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ്ലി ഗുഡ്സ് സപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കും? അത് വയർ, കേബിൾ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴി സപ്ലൈ ചെയ്യണം. ഓക്കെ. വയർ, കേബിൾ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. അത് പീരിയോഡിക്കലി ഇൻവോയ്സ് ചെയ്യും. ഞാനത് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് സപ്ലൈ ഗുഡ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മൾ ഈ മുംബൈയിലൊക്കെ നമുക്ക് കാണാം. മുംബൈയിൽ മാത്രമല്ല, ഇപ്പൊ കേരളത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതായത് ഈ ഗ്യാസ്, നമുക്ക് ഇവിടെയൊക്കെ ഗ്യാസ് LPG ആയിട്ട് സിലിണ്ടറിലാണ് കൊണ്ടുതരിക അല്ലെ. പക്ഷെ മുംബൈയിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ പൈപ്പ് ലൈൻ വഴി തന്നെയാണ്. നമുക്ക് ഈ കറണ്ട് ഒക്കെ കിട്ടുന്ന, ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടുന്ന പോലെ തന്നെ വയർ വലിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഗ്യാസ് കിട്ടുന്നത്. ഒരു പൈപ്പ് ലൈനിൽ കൂടാണ് ഗ്യാസ് കിട്ടുന്നത്. അതിനൊരു മീറ്റർ അവരുടെ വീട്ടിൽ ഫിക്സ് ചെയ്യും. എല്ലാ വീട്ടിലും മീറ്റർ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് ചെയ്യുന്ന പോലെ തന്നെ മാസാമാസം വന്ന് റീഡിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഗ്യാസിന്റെ ചാർജ് അതിനകത്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പം അത് നമുക്ക് ഈ കണ്ടിന്യൂസ് സപ്ലൈ ഗുഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. കാരണം അത് വയർ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴി സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. കണ്ടിന്യൂസ്ലി വേണം, കാരണം ഗ്യാസ് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെന്താണ്? ഒരു കോൺട്രാക്ട് അതിനകത്ത് എൻ്റർ ചെയ്യും. ആരാണ്? ആ വീട്ടുകാരും പിന്നെന്താണ്? സപ്ലൈ ചെയ്യുന്ന ഗ്യാസ് സപ്ലൈയിങ് ഏജൻസിയും എന്ത് ചെയ്യും? ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനകത്ത് പറയും കണ്ടിന്യൂസ്ലി ഞങ്ങൾ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന പറയും. എന്നിട്ട് ഇതിനകത്ത് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബിൽ അല്ലേ. ആ ബില്ല് ഈ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഏജൻസി എന്ത് ചെയ്യും? ഒന്നെങ്കിൽ മാസാമാസം ആയിരിക്കും കൊടുക്കുന്നത്. കാരണം റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ മാസാമാസം അല്ലേ വരുന്നത്. അതെ, കേരള വരുന്നുണ്ട്. അഞ്ജന പറയുന്നുണ്ട് കേരളത്തിൽ അത് വരുന്നുണ്ട്. അതെ, കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്താണ്? നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഒക്കെ മാസാമാസം എന്താണ് വന്ന് ബില്ലടിച്ചാണ് പോകുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്ക് പീരിയോഡിക്കലി ആണ് ഇൻവോയ്സ് തരുന്നത്. അത് ആര് തരും? റെസിപ്പിയന്റ് ആണ് തരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിൽ എങ്ങനെയാണ്? സപ്ലയർ ഗുഡ്സ് സപ്ലൈ ചെയ്യും. അത് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി ആയിരിക്കാം. അത് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തതിന് ശേഷമായിരിക്കും കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്യുക. അത് വയർ, കേബിൾ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴിയായിരിക്കും സപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താണ്? അതിന്റെ ബില്ല് പീരിയോഡിക്കലി ആയിരിക്കും കൊടുക്കുക അല്ലെ. മാസാമാസമായിരിക്കും അല്ലെങ്കിൽ വീക്കിലി ആയിരിക്കും. അതിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറയും. അതനുസരിച്ച് വേണം ഇൻവോയ്സ് ചെയ്യാൻ. അത് ആർക്ക് കൊടുക്കുന്നു? റെസിപ്പിയന്റിന് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ഇതേ കാര്യം തന്നെ ആയിരിക്കും സർവീസിൽ. ആ പേരങ്ങ് മാറ്റിയാൽ മതി. ഗുഡ്സ് മായ്ച്ചു കളഞ്ഞിട്ട് സർവീസ് എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ അതിനകത്ത് ഡിഫറൻസ് ഉള്ളൂ. എന്താണ്? സർവീസ് സപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി 3 മന്ത്സിലേക്ക് എന്താണ്? കണ്ടിന്യൂസ്ലി നമുക്ക് എന്താ 3 മന്ത്സിലേക്ക് എന്തെടുക്കാം?
3 മന്ത്സിലേക്കാണ് അല്ലെങ്കിൽ മിനിമം 3 മന്ത്സ് എങ്കിലും സപ്ലൈ ചെയ്താൽ മാത്രമേ എന്തെന്ന് വിളിക്കുള്ളൂ, അതിനെ സർവീസ് എന്ന് എടുക്കുള്ളൂ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിനകത്തെ ഗുഡ്സ് മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് എന്താണ് സർവീസ് ആയിട്ട് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ സർവീസ് കൊടുക്കുന്നത് മിനിമം 3 മന്ത്സ് എങ്കിലും 3 മാസം എങ്കിലും കൊടുത്താലേ പറ്റുള്ളൂ. എന്നാലേ അതിനെ നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അത് റെസിപ്പിയന്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് വിളിക്കാം. ഓക്കെ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസും മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെ ഒരാള് അത് മാത്രമല്ലല്ലോ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിനകത്ത് ഒരു എക്സ്പ്ലനേഷനും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ പറയാമെന്ന് വിചാരിക്കുമായിരുന്നു. കാരണം അതും കൂടെ പറയുവാണെങ്കിൽ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതിനകത്തൊരു എക്സ്പ്ലനേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിളി ഇങ്ങനെ പഠിക്കാം, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെയും സർവീസിന്റെയും ഡെഫിനിഷൻ ഇങ്ങനെ പഠിക്കാം. അതിനകത്ത് ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം എങ്ങനെയാ വരുന്നുള്ളത്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസും എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഹലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഡെഫിനിഷൻ അല്ല, നമ്മൾ കുറച്ചധികം ഡെഫിനിഷൻസ് കണ്ടു. അടുത്ത നമുക്ക് രജിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. കാരണം ഡെഫിനിഷൻസ് ഇനിയും ഉണ്ട്, ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ സെഷന്റെ തന്നെ സെക്കൻഡ് പാർട്ടായ രജിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക് എടുക്കാം. ഓക്കെ, എന്താണ് രജിസ്ട്രേഷൻ അണ്ടർ GST? ഓക്കെ, എന്താണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ പാർട്ടാണ്. GSTയിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളൊരു ഫണ്ടമെന്റൽ പാർട്ടാണ്. എന്താണ് ഈ GST രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ സെക്കൻഡ് പോയിന്റ് കണ്ടോ, വിത്തൗട്ട് രജിസ്ട്രേഷൻ എ പേഴ്സൺ ക്യാൻ നൈദർ കളക്ട് ടാക്സ് ഫ്രം ഹിസ് കസ്റ്റമർ നോർ ക്ലെയിം എനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് രജിസ്ട്രേഷൻ എടുക്കാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആ ബോക്സ് വരച്ച് കണ്ടായിരുന്നു എങ്ങനെയാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതെന്ന് അല്ലേ? അങ്ങനെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, കമ്പൽസറി ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുന്നത്, രജിസ്ട്രേഷൻ ഓഫ് എനി ബിസിനസ് എൻറ്റിറ്റി അണ്ടർ GST ലോ implies obtaining a unique number from concerned tax authorities for the purpose of collecting tax on the behalf of government. എന്താ അത്? അതായത് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസ്പെക്റ്റീവ് ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡയറക്ട് ടാക്സേഷൻ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഞാൻ പറഞ്ഞിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻഡയറക്ട് ടാക്സേഷൻ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അതാരാണ്? ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കണ്ടായിരുന്നു അല്ലേ? അതെ, എന്താണ് CBIC അല്ലെ? എന്താണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റം. അപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ കൺസേൺഡ് ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ CBIC ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു യൂണീക്ക് നമ്പർ ആയിരിക്കും തരിക. ഒരു എന്താണ് 10 അക്കമുള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാം ഈ ബോർഡിലൊക്കെ ഓരോ ഷോപ്പിന്റെ ഒക്കെ ബോർഡിൽ എഴുതി വെച്ചിരിക്കാം രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതാരാണ് കൊടുക്കുന്നത്? CBIC ആണ്. റെസ്പെക്റ്റീവ് ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ CBIC ആണ് ആ യൂണീക്ക് നമ്പർ കൊടുക്കുന്നത്. അപ്പൊ അത് എടുത്താൽ മാത്രമേ, അങ്ങനെ രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ എന്താണ്, ഒരു ഫണ്ടമെന്റൽ പാർട്ടാണ്. ഓക്കെ, അതായത് ടാക്സ് പേയേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടമെന്റൽ പാർട്ടാണ്. അപ്പൊ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി എന്താണ് രജിസ്ട്രേഷൻ ആ നമ്പർ നൽകുന്ന ആരാണ്? CBIC എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആണ്. റെസ്പെക്റ്റീവ് ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ CBIC ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ രജിസ്ട്രേഷന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് കാണാം. അഡ്വാൻറ്റേജസ് ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, അതായത് GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, ഫോർ രജിസ്റ്റേർഡ് ബിസിനസ്. അപ്പം നമ്മൾ GSTയിൽ രജിസ്റ്റേർഡ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ് വരിക? ഫസ്റ്റ് വൺ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാം. നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ കണ്ടു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ഇനി അടുത്ത എന്താ പറയുന്നത്, ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അതായത് ഞാൻ പറഞ്ഞു കേരള ടു തമിഴ്നാട് എന്ത് ചെയ്യുന്നു, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുകയാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും നമുക്ക് വരില്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർ സ്റ്റേറ്റ് സെയിൽസ് ഒക്കെ നടത്താം. അപ്പൊ രജിസ്റ്റേർഡ് ബിസിനസ് ആണെങ്കിൽ ഫസ്റ്റ് തിങ് അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മസ്റ്റ് ആയിട്ട് കിട്ടും, ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് തിങ്, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്താനായിട്ട് ഈസി ആയിട്ട് പറ്റും. ഇനി
ഫോർ കോമ്പോസിഷൻ ഡീലർ. കോമ്പോസിഷൻ ഡീലർ നമ്മൾ ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ പഠിക്കേണ്ട കാര്യമാണ്. കാരണം അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. സെക്ഷൻ 10 കോമ്പോസിഷൻ ഡീലറെ പറ്റി നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, കോമ്പോസിഷൻ ഡീലർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നോർമൽ ടാക്സേഷൻ സിസ്റ്റം അല്ല കോമ്പോസിഷൻമാർക്ക് വരിക. അവർക്കൊരു പ്രിസ്ക്രൈബിൾ റേറ്റ് ആയിരിക്കും, ഒരു കുറഞ്ഞ റേറ്റിലായിരിക്കും. കാരണം എന്തായിരിക്കും, നോർമൽ ആൾക്കാരാണെങ്കിൽ നോർമൽ ടാക്സിൽ നോർമൽ GST റേറ്റ്സിൽ പേ ചെയ്യുന്നവരായിരിക്കും, അവർക്ക് ഹ്യൂജ് ടേൺ ഓവർ വരും അല്ലെ. ഹ്യൂജ് ടേൺ ഓവർ വരുന്നവർ ആയിരിക്കും നോർമൽ റേറ്റിൽ ടാക്സ് അടയ്ക്കുക. പക്ഷെ എപ്പോഴും അവർക്ക് എന്താണ്, ഈ കോമ്പോസിഷൻ ആൾക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും, ഒരു സ്പെസിഫൈഡ് റേറ്റിലായിരിക്കും. അപ്പം ഹ്യൂജ് ടേൺ ഓവർ വരാത്ത ആൾക്കാർക്ക് അല്ലെ, അതായത് നമ്മൾ ആ ത്രഷോൾഡ് ലിമിറ്റ് ഒക്കെ ഇതിനകത്ത് പഠിക്കും രജിസ്ട്രേഷനകത്ത്. അതായത് ഒരു 20 lakhs ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ട്, അത് നമ്മളിവിടെ പഠിക്കും. ഓക്കെ, അങ്ങനെ വരുന്നതും അത് എക്സീഡ് ചെയ്യുന്നവർക്കാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അങ്ങനെ രജിസ്ട്രേഷൻ എടുത്തവരാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. പക്ഷേ ഈ കോമ്പോസിഷൻ ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരില്ല, എപ്പോഴും ആ 20 lakhs ത്രഷോൾഡ് ഒന്നും വരില്ല. കാരണം ഏതെങ്കിലും ഒക്കെ ഒരു വർഷം അവർക്ക് ആ ത്രഷോൾഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് പോയോണ്ട് അവർ രജിസ്ട്രേഷൻ എടുത്തതായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ വർഷവും അവർക്ക് 20 lakhs ഒന്നും എക്സീഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഒരു സ്പെസിഫൈഡ് റേറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം റേറ്റ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ റേറ്റിൽ അവർക്ക് പേ ചെയ്താൽ മതി ടാക്സ്. അങ്ങനെയുള്ളവർക്ക് എന്തൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ എടുത്താലുള്ള ബെനിഫിറ്റ്? ലിമിറ്റഡ് കംപ്ലൈൻസസ് ഇമ്പോർട്ട്സ് അല്ലെ, അവർക്ക് അതിന്റെ പ്രോസസ്സ് വളരെ കുറവായിരിക്കും അല്ലെ, രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ കുറവായിരിക്കും. പിന്നെന്താണ്, ലെസ് ടാക്സ് ലയബിലിറ്റി അവർക്ക് വളരെ കുറവായിരിക്കും അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു ടേൺ ഓവർ ഒരുപാടുള്ളവരാണ് നോർമൽ റേറ്റിൽ അടയ്ക്കുക, ഇവർക്ക് ടേൺ ഓവർ അത്രയും വരില്ല. അതുകൊണ്ടാണ് ഇവർ കോമ്പോസിഷനിലേക്ക് വന്നത്. അപ്പൊ അവർക്ക് എന്താണ്, ടാക്സ് ലയബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ഇനി ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ അങ്ങനെ ടാക്സ് ലയബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ടാക്സ് കുറച്ച് അടയ്ക്കുന്നതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും, വർക്കിംഗ് ക്യാപിറ്റൽ ഒരുപാട് കാണും അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് ഒരുപാട് കാണും. ഇനി അടുത്ത എന്താ, എ ബിസിനസ് ദാറ്റ് വോളണ്ടറി ഓപ്റ്റഡ് GST ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. അതായത് ഒരു ബിസിനസ് നോർമലി അവർക്ക് ഈ ത്രഷോൾഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അതല്ലാതെ തന്നെ അവര് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെയുള്ളവർക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നോർമലി എല്ലാവർക്കും പോലെ അവർക്കും ഇനി അഥവാ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരികയാണെങ്കിൽ അത് അവൈൽ ചെയ്യാം അവർക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ലിമിറ്റ് ഒന്നും എക്സീഡ് ചെയ്തിട്ടല്ല, അല്ലാതെ തന്നെ GSTയിൽ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെയുള്ളവരുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എല്ലാവരും പോലെ തന്നെ അവർക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം. സെക്കൻഡ് വൺ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഈസി ആയിട്ട് നടത്താം. ഇനി അടുത്ത എന്താ, ഈസി രജിസ്ട്രേഷൻ ഓൺ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈസിലി രജിസ്ട്രേഷൻ എടുക്കാം. കാരണം അവർ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചിലവർ GST രജിസ്ട്രേഷൻ ഒക്കെ എടുക്കും. അങ്ങനെയുള്ളവർക്ക് എന്താണ്, ഇ-കൊമേഴ്സ് സൈറ്റ്സിലൂടെ ബാക്കി പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് കമ്പയർഡ് ടു അതർ ബിസിനസ്. എന്താ അത്, നമ്മളിപ്പോ ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നുന്നു അല്ലെ, നമുക്ക് വിശ്വാസമുള്ളത് തോന്നുന്നത് എന്തായിരിക്കും, രജിസ്റ്റേർഡ് പേഴ്സണും ഉണ്ട്, ഒരു അൺരജിസ്റ്റേർഡ് സപ്ലയറും ഉണ്ട്. അതായത് ഒരു രജിസ്റ്റേർഡ് സപ്ലയറും ഉണ്ട്, അൺരജിസ്റ്റേർഡ് സപ്ലയറും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ വിശ്വാസം തോന്നുന്ന ആരോടായിരിക്കും, രജിസ്ട്രേഷൻ എടുത്ത ആളോടായിരിക്കും അല്ലെ. കാരണം അയാൾ പ്രോപ്പർ വേയിലാണ് ബിസിനസ് നടത്തുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വരും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ കോമ്പറ്റീഷൻ വരുമ്പോൾ, ബിസിനസ്സിലെ കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താണ്, അയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഏത്, GST രജിസ്ട്രേഷൻ എടുത്ത ആൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് അടുത്ത എന്താ പറയുന്നത്, അതർ ബെനിഫിറ്റ്സ് ഓഫ് GST രജിസ്ട്രേഷൻ. ഇത് കൂടാതെ വേറെ എന്തൊക്കെ ബെനിഫിറ്റ്സ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. എലിമിനേറ്റ്സ് ദ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ്. GSTക്കകത്ത് നമ്മൾ പറഞ്ഞു കാസ്കേഡിംഗ് എഫക്ട് എലിമിനേറ്റ് ആക്കാമെന്ന് അല്ലെ. എങ്ങനെയാ അത്, കാരണം GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാം അല്ലെ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ കാസ്കേഡിംഗ് എഫക്ട് ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആക്കി കളയാം. ഓക്കെ, ഇനി അടുത്ത എന്താ, ഹയർ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ. എന്താണ്, നമ്മൾ അത് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ത്രഷോൾഡ് ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവർ മാത്രം എന്ത് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ എടുത്താലായിട്ട് മതി. ഓക്കെ, ഇനി അടുത്ത എന്താ, സിമ്പിൾ ആൻഡ് ഈസി ഓൺലൈൻ പ്രൊസീജിയർ. കാരണം GST പോർട്ടൽ, GST നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു 2016 കൊണ്ടുവന്നാണ് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. അത് വളരെ എന്താണ്, കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ യൂസേജ് ഫ്രണ്ട്ലി ആണ്, വളരെ ഈസിയാണ്. നമുക്ക് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. കയറി കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്കും എന്ത് ചെയ്യാം, അത് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എന്താ, ഫെസിലിറ്റി ഓഫ് കോമ്പോസിഷൻ സ്കീം. നമ്മൾ ഓൾറെഡി കണ്ടു കോമ്പോസിഷൻ സ്കീമിന് എന്തൊക്കെയാണ് വരിക എന്നുള്ള ബെനിഫിറ്റ്സ് അല്ലെ. ഇനി സിമ്പിൾ ആൻഡ് ഈസി ഓൺലൈൻ പ്രൊസീജിയർ, അത് നമ്മൾ കണ്ടതാ. കാരണം GST സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആണ്, അപ്പൊ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇനി ലെസ് നമ്പർ ഓഫ് കംപ്ലൈൻസസ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, GSTയുടെ ഒരു അഡ്വാൻറ്റേജസ്. അപ്പൊ ഇത് നമുക്ക് എന്താണ്, തിയററ്റിക്കലി ചോദിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇങ്ങനെ. GST രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞാൽ തിയററ്റിക്കലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ത്രെഷോൾഡ് ലിമിറ്റ് നോക്കാം. നമ്മൾ കണ്ടു, അഡ്വാൻറ്റേജസിലൊക്കെ കണ്ടായിരുന്നു, ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണം, കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതുവരെ ഉള്ളത് മനസ്സിലായോ? GSTയുടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു, പിന്നെ അഡ്വാൻറ്റേജസും കണ്ടു. അത്ര എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, GSTയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കണ്ടു, പിന്നെ രജിസ്ട്രേഷൻ എന്തിനാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ക്ലിയർ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ത്രെഷോൾഡ് ലിമിറ്റിനെ പറ്റി പഠിക്കാം. ഈ ത്രെഷോൾഡ് ലിമിറ്റിലും കുറച്ച് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഉണ്ട്, കാരണം അതിനകത്ത് അമെന്റ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ അമെന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആകുമ്പോൾ കാണാം. കാരണം നമ്മളെ ഡീറ്റെയിൽഡ് ഡിസ്കഷനകത്ത് ഫുൾ ടോപ്പിക് ആണ്, അതിനകത്ത് അമെന്റ്മെന്റ്സ് ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരു ബേസിക് ഐഡിയ, GST ഒന്നും അറിയാത്തവർക്ക് കൂടെയും ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റ് ക്രോസ് ചെയ്താൽ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്, ഫോർ ഇന്റർസ്റ്റേറ്റ് സെയിൽസ് കമ്പൽസറി രജിസ്ട്രേഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇന്റർസ്റ്റേറ്റ് സെയിൽസ് ആ ചെയ്യുന്നെങ്കിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽസ് നടത്തുന്നതെങ്കിൽ എന്താണ്, കമ്പൽസറി രജിസ്ട്രേഷൻ. അവിടെ ടേൺ ഓവർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 20 ലക്ഷമോ 10 ലക്ഷമോ 30 ലക്ഷമോ എത്രയെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ടേൺ ഓവർ നോക്കുകയോ വേണ്ട. നിങ്ങൾ ഇന്റർസ്റ്റേറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം, മസ്റ്റ് ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. ഇനി സെക്കൻഡ് തിങ് എന്താണ്, ലോക്കൽ സെയിൽസ്. ലോക്കൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇന്റർസ്റ്റേറ്റ് ആണെങ്കിൽ കമ്പൽസറി, അവിടെ ടേൺ ഓവർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി സെക്കൻഡ് തിങ് ലോക്കൽ സെയിൽസ് അല്ലെങ്കിൽ ഇൻട്രാ സെയിൽസ്, അതായത് ഒരു സ്റ്റേറ്റിനകത്ത് തന്നെ സെയിൽസ് നടത്തുക. അങ്ങനെയാണെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ, അതായത് സർവീസ് മാത്രമാണ് നടത്തുന്നതെങ്കിൽ, അതാണ് സർവീസ് പ്രൊവൈഡേഴ്സ്, സർവീസ് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവർക്ക് 20 lakhs ടേൺ ഓവർ 20 lakhs ക്രോസ് ചെയ്താൽ എന്തെടുക്കണം, രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പൊ ഇൻട്രാ സെയിൽസ് ആണ് നടത്തുന്നത്. ഇൻട്രാ സെയിൽസിനകത്ത് സർവീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, 20 lakhs ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്, അതായത് ചില നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ട്, ഹില്ലി ഏരിയാസ് ഒക്കെ. ഓക്കെ, അപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അതിനകത്ത് വരുന്ന കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്, ഒരു 7-8 സ്റ്റേറ്റ്സോളം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്നുള്ളതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, അങ്ങനെയുള്ളവരെ നമ്മൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടക്കുന്നതെങ്കിൽ അവർക്ക് എന്താണ്, ഈ സർവീസിന്റെ ലിമിറ്റ് 10 lakhs ക്രോസ് ചെയ്താൽ മതി. 20 lakhs ക്രോസ് ചെയ്യേണ്ട, 10 lakhs ക്രോസ് ചെയ്താൽ മതി. അവരെന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹില്ലി ഏരിയ, നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ എന്താണ്, അവർക്ക് അത്രയും സർവീസ് നടക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം അവിടെ പോപ്പുലേഷനും കുറവായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, കുറെ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട് അവിടെ അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, അവരെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആയിട്ട്, അത് ഗുഡ്സിലും ഉണ്ട് സർവീസിലും ഉണ്ട്, അങ്ങനെ കേട്ടോ, ഗുഡ്സ് ആയാലും സർവീസ് ആയാലും സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ അധികം അങ്ങനെ പ്രൊഡക്ഷനോ, ഗുഡ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷനോ നടക്കാത്ത സാഹചര്യമാണ്. അപ്പൊ എന്താണ്, അവർക്ക് ഈ 20 lakhs വരെ ടേൺ ഓവർ എത്തണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 lakhs ടേൺ ഓവർ ക്രോസ് ചെയ്താൽ മതി, അവരെന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻട്രാ സ്റ്റേറ്റിന്റെ കാര്യമാണ്. ഇൻട്രാ സ്റ്റേറ്റിൽ സർവീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ടേൺ ഓവർ, നോർമൽ കേസിൽ ടേൺ ഓവർ 20 lakhs എക്സീഡ് ചെയ്താൽ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം. ഇനി അത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണ് സർവീസ് മാത്രം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് 10 lakhs ക്രോസ് ചെയ്താൽ മതി, അവരെന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി ഗുഡ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഗുഡ്സിന്റെ കേസിൽ എന്താണ്, ഗുഡ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ടേൺ ഓവർ 40 lakhs എക്സീഡ് ചെയ്താൽ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ 20, സർവീസിന്റെ കേസിലായിരുന്നു 20. ഇനി ഗുഡ്സ് മാത്രമാണെങ്കിൽ എന്താണ്, ടേൺ ഓവർ 40 lakhs എക്സീഡ് ചെയ്താൽ മാത്രം രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഓക്കെ, 40 lakhs എക്സീഡ് ചെയ്താൽ മാത്രം ഗുഡ്സിന്റെ കേസിൽ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇനി അതില് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഗുഡ്സ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 lakhs ക്രോസ് ചെയ്താൽ മതി, അവർ രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഗുഡ്സിന്റെയും സർവീസിന്റെയും കാര്യം നമ്മൾ കണ്ടു. ആദ്യം സർവീസ് കണ്ടു. സർവീസ് മാത്രമാണെങ്കിൽ എങ്ങനെയാണ്, ടേൺ ഓവർ 20 lakhs ക്രോസ് ചെയ്താൽ മതി, നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം.
ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 10 lakhs ആണ്. ഇനി ഗുഡ്സിന്റെ കേസിൽ വരുവാണെങ്കിൽ ഗുഡ്സ് മാത്രമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ടേൺ ഓവർ 40 lakhs എക്സീഡ് ചെയ്താൽ മതി, എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. ഇനി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ 20 lakhs ആണ് ലിമിറ്റ്. 20 lakhs ഗുഡ്സിന്റെ കേസിൽ അവർക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കമ്പൽസറി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, ഹലോ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഗുഡ്സ് മാത്രവും സർവീസ് മാത്രവും അല്ലെ. ഇനി ഗുഡ്സും സർവീസും കൂടെ കൊടുക്കുന്നവരുണ്ടാവില്ലേ? ഗുഡ്സും സർവീസും കൂടെ കൊടുക്കുന്നുണ്ടാവും അല്ലെ, സ്വാഭാവികമായിട്ടും. കാരണം അവര് പർട്ടിക്കുലർ ബിസിനസ് ഗുഡ്സ് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നൊന്നുമില്ല. രണ്ടും ചെയ്യുന്നവരുണ്ടാവും. ഗുഡ്സും കൊടുക്കുന്നുണ്ടാവും, സർവീസും കൊടുക്കുന്നുണ്ടാവും. അവരെന്ത് ചെയ്യണം? അവര് ടേൺ ഓവർ 20 lakhs എക്സീഡ് ചെയ്താൽ മതി. അവരുടെ ടേൺ ഓവർ 20 lakhs എക്സീഡ് ചെയ്താൽ മതി, അവർ കമ്പൽസറി രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ എങ്ങനെയാണ്, ഞാൻ ചോദിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. എങ്ങനെയാ? ഗുഡ്സ് മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ, ഗുഡ്സ് മാത്രമാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ എത്ര ക്രോസ് ചെയ്യണം ടേൺ ഓവർ? ഗുഡ്സ് മാത്രമാണെങ്കിൽ നോർമൽ കേസിൽ, നോർമൽ സ്റ്റേറ്റ്സിൽ എന്താണ് ടേൺ ഓവർ എത്ര എക്സീഡ് ചെയ്യുമ്പോഴാണ് രജിസ്ട്രേഷൻ എടുക്കാതെ? 40 lakhs ക്രോസ്. അതെ, 40 lakh കറക്റ്റ് ആണ്. 40 lakhs ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അല്ലെ. ഇനി അവർക്ക് തന്നെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിലോ, ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്, അത് സപ്ലൈ ചെയ്യുന്നത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണ്. അപ്പോഴെത്രയാണ്? 20 lakhs ക്രോസ് ചെയ്താൽ മതി അല്ലെ. ഇനി സർവീസ് മാത്രം എടുക്കുക, സർവീസ് മാത്രം സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ സപ്ലൈ ചെയ്യാണ്. സർവീസ് മാത്രം സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൽ, അതെ, 10 lakhs ക്രോസ് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ എടുക്കണം. ഇനി നോർമൽ സ്റ്റേറ്റ്സിലാണെങ്കിലോ, സർവീസ് മാത്രം നോർമൽ സ്റ്റേറ്റ്സിൽ സപ്ലൈ ചെയ്യാണ്, അപ്പോഴും 20 lakhs. ഇനി ഗുഡ്സും സർവീസും കൂടെ സപ്ലൈ ചെയ്യാണ്, ഗുഡ്സും സർവീസും കൂടെ സപ്ലൈ ചെയ്യാണ്, അപ്പോഴും എന്ത് തന്നെയാണ്? 20 lakhs ആണ്. ഓക്കെ, ഇതാണ് ത്രെഷോൾഡ് ലിമിറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ലിമിറ്റ്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? കമ്പൽസറി രജിസ്ട്രേഷൻ എല്ലാവരും എടുത്തിരിക്കണം. ഓക്കെ, ഇനി രജിസ്ട്രേഷന്റെ ആയാലും നമ്മൾ ഫസ്റ്റ് കണ്ട ഡെഫിനേഷന്റെ ആയാലും കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു ഫ്രീ സെഷൻ അല്ലെങ്കിൽ എന്താണ് ലിമിറ്റഡ് അല്ലെ അവേഴ്സ് നമുക്ക് തന്നിട്ടുള്ളൂ ഇപ്പൊ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ലിമിറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ചത്. ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാം കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഫുൾ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് വിത്ത് അമെൻമെന്റ്സ് ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ എടുക്കുക. ലേറ്റസ്റ്റ് ടു നിങ്ങളുടെ എന്താണ് ജൂലൈ എക്സാമിലേക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെന്റ്സ് ഉൾപ്പെടെയുള്ളതായിരിക്കും നമ്മൾ ആ ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് കാണാനുള്ള ഈ രജിസ്ട്രേഷനിൽ തന്നെ എന്താണ്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്നുള്ള ഒരു ക്വിക്ക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് പാൻ കാർഡ് വേണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പാൻ കാർഡ് നമുക്ക് എന്തായാലും വേണം. ഓക്കെ, പിന്നെന്ത് വേണം? മൊബൈൽ നമ്പർ അല്ലെ, നമ്മുടെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം. പിന്നെന്ത് വേണം? ഇമെയിൽ ഐ ഡി വേണം. ഓക്കെ, ഇനി ഈ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ ഫോണിലേക്ക് അയക്കും, മൊബൈൽ നമ്പറിലേക്ക് അയക്കും, ഇമെയിലിലേക്ക് അയക്കും. എന്നിട്ടാണ് അത് വാലിഡ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ എടുക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് പാൻ കാർഡ് വേണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന പാൻ കാർഡ് നിങ്ങൾക്ക് വേണം. പിന്നെന്താ വേണ്ടത്? ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും വേണം, ഇമെയിലും വേണം. അപ്പൊ അത് വാലിഡ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഈ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു OTP അയക്കും. ആ OTP വെച്ചിട്ടാണ് നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID എന്താണ് വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി പിന്നെന്താണ്? പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെന്റ് ആൻഡ് ഇൻഫർമേഷൻ. പിന്നെ GST ഡിപ്പാർട്ട്മെന്റ് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പറയുകയാണെങ്കിൽ അതും വേണം. പിന്നെ എന്ത് വേണം? പ്ലേസ് ഓഫ് ബിസിനസ്. പ്ലേസ് ഓഫ് ബിസിനസ് മസ്റ്റ് ആണ്. എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത്, കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ അതോ ബാംഗ്ലൂരാണോ എവിടെ ചെയ്യുന്നതെന്നുള്ളതിന്റെ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണെന്നുള്ളത് കാണിക്കണം. അപ്പൊ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? ഒന്ന് പാൻ കാർഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പാൻ കാർഡ് വേണം, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം, പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണെന്നുള്ളത് പറയണം. ഓക്കെ, പിന്നെന്താ വേണ്ടത്? ഒരു വാലിഡ് ബാങ്ക് അക്കൗണ്ട് വേണം. ബാങ്ക് അക്കൗണ്ട് വിത്ത് IFSC കോഡ്. അപ്പം നിങ്ങൾക്ക് അറിയാം എന്താണ് www.gov.in എന്നുള്ള GST സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ബേസിക് ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാണെന്ന് കാണിക്കണം, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം വിത്ത് IFSC കോഡ്. പിന്നെ ഇനി പാർട്ട്ണറോ, നമ്മൾ ഈ കമ്പനിയൊക്കെ ആകാം അല്ലെ. കമ്പനിയൊക്കെ ആണെങ്കിൽ എന്താണ്? കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അങ്ങനെയൊക്കെ ആകാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു പാർട്ട്ണറിന്റെ, ഇപ്പം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഒരു പാർട്ട്ണറിന്റെ പാൻ അക്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പനി ആണെങ്കിൽ ഡയറക്ടറുടെ പാൻ കാർഡ് കൊടുക്കുക,
അതല്ല ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെ HUF നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി HUF ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അവിടുത്തെ കർത്തായുടെ പാൻ നമ്പർ കൊടുക്കുക. ഓക്കെ, ഇനി പിന്നെന്താണ്, ഇനി ചിലപ്പോൾ ഫോറിൻ ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഫോറിൻ റെസിഡന്റ് ആയിരിക്കാം. നിങ്ങൾ ഡയറക്ട് ടാക്സേഷനിലൊക്കെ പഠിക്കും ആരാണ് ഫോറിൻ റെസിഡന്റ്, ആരാണ് ഇന്ത്യൻ റെസിഡന്റ് അല്ലെ, നോൺ റെസിഡന്റ് ആരാണ്, റെസിഡന്റ് ആരാന്നൊക്കെ പഠിക്കും അല്ലെ. ഇനി നോൺ റെസിഡന്റ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അവരൊരു റെപ്രസെന്റേറ്റീവിനെ ഇന്ത്യയിൽ നിയമിക്കണം. എന്നിട്ട് ആ റെപ്രസെന്റേറ്റീവിന്റെ പാൻ കാർഡ് വേണം എന്ത് കൊടുക്കാൻ, ഈ GST ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാനായിട്ട് രജിസ്ട്രേഷന് വേണ്ടി. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണം, മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും, വാലിഡ് ആയിട്ടുള്ള മൊബൈലും ഇമെയിൽ ഐഡിയും കൊടുക്കണം. പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ് എവിടാന്നുള്ളത് കാണിക്കണം, ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലേസ് ഓഫ് ബിസിനസ് എവിടാന്നുള്ളത് കാണിക്കണം. പിന്നെ ബാങ്ക് അക്കൗണ്ട് വിത്ത് IFSC കോഡ്. പിന്നെന്താണ്, കമ്പനി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ ആ റെസ്പെക്റ്റീവ് പാർട്ട്ണർ ആണെങ്കിൽ അയാൾ, കമ്പനി ആണെങ്കിൽ ഡയറക്ടർ, HUF ആണെങ്കിൽ കർത്ത, അവരുടെ പാൻ കാർഡ് വേണം കൊടുക്കാനായിട്ട്. പിന്നെന്ത് ചെയ്യുക, ഫോറിൻ വിദേശത്തുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഒരു റെപ്രസെന്റേറ്റീവിനെ നിയമിക്കുക, ആ റെപ്രസെന്റേറ്റീവിന്റെ പാൻ കാർഡ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ഇനി ആ പ്രോസസ് ഒന്ന് ക്വിക്കലി നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതായത് എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ളതേ. ഇപ്പൊ നമ്മൾ റിക്വയർമെന്റ്സ് ആ കണ്ടത്, ഇനി എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും. ഫസ്റ്റ് GST സൈറ്റില് അല്ലെ, www.gst.gov.in എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് രജിസ്ട്രേഷന്റെ ഒരു ഫോം ഉണ്ട്, ഓക്കെ, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്, യു വിൽ റിസീവ് ആൻ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഓൺ യുവർ മൊബൈൽ നമ്പർ ആൻഡ് വയ ഇമെയിൽ അല്ലെ. നിങ്ങൾ ഇമെയിലിലേക്കും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ എന്താണ് റെഫറൻസ് നമ്പർ അയച്ചു തരും. ഓക്കെ, എന്നിട്ട് ആ റെഫറൻസ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ആ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ബാക്കി എന്താ പറയുന്നത്, അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയുന്നത്, യു വിൽ ദെൻ നീഡ് ടു ഫിൽ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫോം ആൻഡ് അപ്ലോഡ് ദ റിക്വയർഡ് ഡോക്യുമെന്റ്സ്. നമ്മൾ കണ്ടു ഏതൊക്കെ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആ വേണ്ടതെന്ന്, അതെല്ലാം നമ്മൾ ആ സെക്കൻഡ് പാർട്ടിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ സംഭവിക്കാം, ഫൈനലി എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഈസ് ഇഷ്യൂഡ് ടു യു ബൈ ദ ഡിപ്പാർട്ട്മെന്റ്. എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, എന്താ പാൻ നമ്പറും ഇമെയിൽ ഐഡിയും അതൊക്കെ കൊടുത്ത്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വിത്ത് IFSC കോഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തു തരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇൻ കേസ് ഓഫ് എറേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് യു മേ നീഡ് ടു വിസിറ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ കൊടുത്ത ഡീറ്റെയിൽസിനകത്ത് അവർ വെരിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് അത് എൻക്വയറി ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അത് എന്ത് ചെയ്യണം, ആ എന്തൊക്കെയാണ് എറേഴ്സ് സംഭവിച്ചെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. ഓക്കെ, അവരെ ഇങ്ങോട്ട് അറിയിക്കും, ഇന്റിമേറ്റ് ചെയ്യും നിങ്ങളെ. അപ്പൊ എന്ത് ചെയ്യണം, ആ എറേഴ്സ് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ ധരിപ്പിക്കണം. ഇനി അടുത്ത എന്താ, പ്രൊഡ്യൂസ് ദ ഡോക്യുമെന്റ്സ് വിത്തിൻ 7 വർക്കിംഗ് ഡേയ്സ് അലോങ് വിത്ത് GST REG ഫോം. GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഫോമാണ്, ആ ആപ്ലിക്കേഷൻ ഫോമിന്റെ പേരാണ് GST REG 4. അപ്പൊ GST REG 4ലാണ് എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ആ ഫോമിനോടൊപ്പമാണ് നമ്മൾ ആ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്. അതെന്ത് ചെയ്യണം, നമ്മൾ ആ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ആദ്യം കയറിയിട്ട് എന്താ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. ആപ്ലിക്കേഷൻ കൊടുത്ത 7 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ REG 4ഉം ബേസിക് ഡീറ്റെയിൽസും ഉൾപ്പെടെ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡ് ആണെങ്കിൽ ഓക്കെ യു ആർ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കും. ഇനി വാലിഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓഫീസർ എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും അല്ലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ആ കൊടുത്ത ഡീറ്റെയിൽസിനകത്തോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓഫീസർ റിജക്ട് ചെയ്യും. അത് നമ്മളെ അറിയിക്കുന്നത് GST REG 5 എന്നുള്ള ഫോമിലാണ് നമ്മളെ അറിയിക്കാം. അതായത് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ടാക്സ് അതോറിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യും, GST REG 5 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോം ഇങ്ങോട്ട് നൽകും. ഓക്കെ, ആ ഫോമിലായിരിക്കും, ആ ഫോം ഇങ്ങോട്ട് വരും, ത്രൂ ഇമെയിലായിരിക്കും വരിക. അപ്പൊ എന്ത് ചെയ്യുക, ആ ഫോമിലായിരിക്കും എന്ത് കാണിക്കുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്ട് ആയെന്നുള്ളത് കാണിക്കാം. അതപ്പോൾ റിജക്ട് ആകുന്ന എപ്പോഴായിരിക്കും, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, GST രജിസ്ട്രേഷൻ റിജക്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മളെ അറിയിക്കുന്നത് GST REG 5 എന്നുള്ള ഫോമിലാണ്. അപ്പൊ അത്രയും പ്രോസസ് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ കണ്ടത് രജിസ്ട്രേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടും പിന്നെന്താണ് ആ ത്രെഷോൾഡ് ലിമിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലെ. പിന്നെ ഇപ്പൊ കണ്ടത് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് GSTയിൽ വേണ്ടത്,
പിന്നെ അതിന്റെ ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് പ്രോസസ്സ്, ഇതിനും നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഉണ്ട്. അതായത് എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുക, ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് വേറെ പ്രോസസ്സ് ഉണ്ട്, ക്യാൻസൽ ചെയ്തത് റിവോക്ക് ചെയ്യാൻ വേറൊരു പ്രോസസ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിൽ നോക്കാം. ഓക്കെ, അപ്പം അതോടുകൂടി നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടത് GSTയുടെ ബേസിക്സും പിന്നെന്താണ് GSTയിൽ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ളതാണ് കണ്ടത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇനി ആ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അതിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു.